നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇടതു സർക്കാരിന് ഭരണ തുടർച്ച സാധ്യമാക്കുന്നതിൽ മുന്നിൽ നിന്ന വകുപ്പുകളിൽ ഒന്നാണ് ആരോഗ്യവകുപ്പും മന്ത്രി കെ ശൈലജയും. അതേ കെ ശൈലജ MLA ആയിരിക്കുമ്പോഴാണ് അവരെ ഒഴിവാക്കി വിജയം ഉറപ്പിക്കാനായി സമുദായ സമവാക്യത്തിൽ MLA ആയ വീണ ജോർജിനെ മന്ത്രിയാക്കുന്നതും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ആരോഗ്യവകുപ്പ് നൽകുന്നതും. പുതിയ ആളുകൾ കടന്നു വരേണ്ടതും കാര്യപ്രാപ്തി തെളിയിക്കാൻ അവസരം നൽകേണ്ടതുമൊക്കെ ഏറ്റവും അനിവാര്യമാണ് താനും. പക്ഷേ ആ പരീക്ഷണം വിജയിച്ചോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നവരിൽ പാർട്ടി നേതാക്കൾ അടക്കമുണ്ട്. പാർട്ടിയുടെ കർശന ചിട്ടവിട്ട് മന്ത്രിക്കെതിരെ പരസ്യ പ്രതികരണം നടത്തിയവരിൽ ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും അടക്കം ഉൾപ്പെടുന്നു എന്നതും പ്രധാനമാണ്. മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതിനപ്പുറം വിഷയം കൈകാര്യം ചെയ്ത രീതിയാണ് പ്രവർത്തകരുടെ അടക്കം അമർഷത്തിലേക്ക് നയിച്ചത് എന്ന് വേണം കരുതാൻ. തുടർച്ചയായി ഉണ്ടാകുന്ന വീഴ്ചകളും ഇതിലേക്ക് സ്വാഭാവികമായും അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം. രാജി ആവശ്യം ശക്തമാക്കി പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. രാജി ആവശ്യം പൂർണ്ണമായും തള്ളുകയും മികച്ച മന്ത്രിയാണ് വീണ ജോർജ് എന്ന് ആവർത്തിക്കുകയുമാണ് CPM. ഈ രാജി ആവശ്യം അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വടകരയിൽ നിന്ന് ശ്രീ ബാലകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, പ്രതിപക്ഷം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു രാജി ആവശ്യത്തെ പൂർണ്ണമായും തള്ളുകയാണ് ഭരണപക്ഷം. താങ്കൾ ഇതിൽ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? കിരൺ സർ, നമസ്കാരം. നമസ്കാരം. രാജി ഇനി വീണ ജോർജ് രാജി വെച്ചാലും പഴയ വിധിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ CPM-ന്റെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് ഇത് വീണ ജോർജിന്റെ മാത്രം കുറ്റമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്നലത്തെ സംസാരത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് അപാകതകൾ. പക്ഷെ ഭരണ സംവിധാനത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM നിയന്ത്രിക്കുന്ന മന്ത്രിസഭയാണ് കേരളം ഭരിക്കുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല അവർ നടത്തുന്നത്. അവർ നടത്തുന്ന ഭരണം നമുക്ക് നോക്കിക്കാണാം. നമ്മളിപ്പം പറയുമ്പോൾ ഒരു ഭംഗി വാക്ക് പറഞ്ഞു താങ്കൾക്ക് ഒരുപക്ഷെ വിരോധം തോന്നും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ 9 വർഷമായിട്ട് ഭരിക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയോ അല്ലെങ്കിൽ പാവങ്ങൾക്കോ വേണ്ടിയോ അല്ല. അത് നമുക്ക് വ്യക്തമാണ്. കാരണം 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ശ്രീ ബാലകൃഷ്ണൻ, എൻ്റെ ചെറിയ സംശയം, ഈ ഒന്നാമത്തെ കേരളത്തിന്റെ ഈ നാളിതുവരെയുള്ള ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിന് ഒരു ഭരണ തുടർച്ച ഉണ്ടായത്, അതും വലിയ വോട്ടിന്റെ വലിയ മാർജിനിലെ ഭൂരിപക്ഷത്തിൽ. അപ്പോൾ അത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഭരണമല്ല എങ്കിൽ എങ്ങനെയാണ് അങ്ങനെ ഒരു തുടർച്ച ഉണ്ടാകുന്നത്? അതുകൊണ്ട് മന്ത്രിമാരെല്ലാം മോശക്കാരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായതുകൊണ്ട് മോശമാണെന്ന് എങ്ങനെയാണ് താങ്കൾക്ക് പറയാനാവുക? അല്ല സാർ, ഞാൻ അതിന് 2 ഉദാഹരണങ്ങൾ സാറിനോട് പറയാം. ഇത് 2ാം തവണയല്ലേ, 3ാം തവണ പിണറായി സർക്കാർ വരാൻ പോകാണ്. 2026 ഒരുപക്ഷെ ഇതിൽ കൂടുതൽ സീറ്റിൽ ഇടതുപക്ഷ ഈ കേരളത്തിൽ അധികാരത്തിൽ വരുവാൻ പോവാണ്. 32 വർഷം കണ്ടിന്യൂ ബംഗാളിൽ ഭരിച്ചത് സാധാരണക്കാരന് ഗുണം ചെയ്തിട്ടാണോ? ബംഗാളിൽ സാധാരണക്കാരന് ഗുണം ചെയ്യാതെ എങ്ങനെയാണ് ബംഗാളിൽ 32 വർഷം ഭരിക്കുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ എതിരായ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ജനങ്ങൾ എതിരായ നിലപാട് സ്വീകരിക്കുന്നത്. അല്ല, ജനങ്ങൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഒന്നുകിൽ സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഭരണം നടത്താൻ കഴിയണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹതാപ തരംഗം ഉണ്ടാക്കാൻ കഴിയണം, അല്ലെങ്കിൽ വർഗീയത വളർത്തിവിടാൻ കഴിയണം. ഇതൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് വീണ്ടും ഭരണം കിട്ടുമോ? ഒരിക്കലല്ല സാർ. ഈ 3ാം തവണ പിണറായി വരാൻ പോകുന്നത് അവരുടെ ഭരണ നേട്ടത്തിന്റെ പവറല്ല സാർ. പിന്നെ അങ്ങനെയാണെങ്കിൽ എന്ത് നേട്ടത്തിൻ്റെതാണെന്നാണ് താങ്കൾ പറയുന്നത്? അത് മറ്റൊരു ചേതോ വിഹാരത്തിന്റെ മുകളിലാണ്. ഒരുപക്ഷെ 99 100-ൽ കൂടുതലോ സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2026 അധികാരത്തിൽ വന്നിരിക്കും കേരളത്തിൽ. ശരി, ഒരു BJP-കാരനായ താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ കൗതുകമുണ്ട്. എന്തായാലും അല്ലല്ല, കൗതുകം വേണ്ട സാർ. ബംഗാളിൽ 32 കൊല്ലം ഭരിച്ചത് കൊണ്ടാണ് 30 രൂപത്തിൽ ടോയ്ലറ്റിൽ കൈയിട്ട് വേസ്റ്റ് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് യുവാക്കൾ ഇവിടെ തെണ്ടുന്നത്, അക്ഷരാഭ്യാസം ഇല്ലാത്ത. ബംഗാളികളാണോ കേരളത്തിലുള്ള ഇതര സംസ്ഥാനക്കാരിൽ ഭൂരിപക്ഷവും? ഇതര സംസ്ഥാനക്കാരിൽ നല്ലൊരു ശതമാനം പേരും UP-യിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ അവിടുത്തെ ആസാമിൽ നിന്നുള്ളവരും ഒക്കെ ഇല്ലേ? അവിടെ ബീഹാറിൽ നിന്നുള്ളവരില്ലേ? അവിടെയൊക്കെ താങ്കളുടെ പാർട്ടി ഭരിച്ചിട്ടുള്ളതല്ലേ? സാർ, UP ആസാമിലും പോയത് വളരെ നന്നായിട്ടുണ്ട് സാർ. എന്തായാലും UP-യേക്കാൾ മെച്ചപ്പെട്ട സംസ്ഥാനമല്ലേ ബംഗാൾ? ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാർ പറഞ്ഞാൽ മാത്രം പോലെ മറുപടി പറയാനുള്ള ഒരു അവസരം അല്ല, പറഞ്ഞോളൂ താങ്കൾ. UP ഈ ഒരു പക്ഷേ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു പില്ലർ ഇടിഞ്ഞു വീണത് UP-യിലോ ഗുജറാത്തിലോ ആയിരുന്നെങ്കിൽ അവിടെ ഇതിലും വലിയ സംഭവങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്? ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായില്ലേ?
അവിടെ നടക്കുന്ന അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല. കേരളത്തിന്റെ ആരോഗ്യരംഗം അവരൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ അവർക്ക് 5 മാർക്ക് കൊടുത്താൽ ഇവിടത്തേക്ക് 90 മാർക്ക് കൊടുക്കേണ്ട അത്ര മെച്ചപ്പെട്ട നിലയിലാണ്. ഇവിടെ കുഴപ്പങ്ങളില്ല എന്നല്ല, പക്ഷെ അവിടുത്തെ അപേക്ഷിച്ച് നോക്കിയാൽ നമ്മൾ തന്നെയാണ് നമ്പർ 1. സംശയമൊന്നുമില്ല. അത് പറഞ്ഞില്ലേ, പാലുള്ള ഒരു അകിടിന്റെ ചോട്ടിലോ കൊതുകിന് ചോര തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഇവിടുത്തെ ചെറിയ വീഴ്ചകൾ പോലും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിൽ താങ്കൾ കണക്കാക്കാം സാർ, അത് ഒഴിവാക്കണം. പിന്നെ ശൈലജ ടീച്ചർ മികച്ച ആരോഗ്യമന്ത്രിയാണ്. ശൈലജ ടീച്ചർ ആരോഗ്യത്തിന് കേരളത്തിൽ വലുത് ചെയ്തിട്ടുണ്ടെന്ന് തുടക്കം മുതലേ സാർ പറയുന്നത് കേട്ടു. ഞാനും ഈ ഞാൻ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് രണ്ടാം LDF സർക്കാർ നിലവിൽ വരുന്നതിൽ ആരോഗ്യ വകുപ്പിനും KK ശൈലജയ്ക്കും നിർണായകമായ പങ്കുള്ളവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുള്ളവരിൽ ഒരാൾ KK ശൈലജയായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഒന്ന് ആരോഗ്യ വകുപ്പായിരുന്നു. അതിന് യാതൊരു സംശയവുമില്ല. പങ്കുള്ളത് അല്ലാതെ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പിന് എന്താ ചെയ്തത് 5 കൊല്ലം കൊണ്ട്? എന്തായാലും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായത് ഭരണ നേട്ടം കണ്ടാണല്ലോ. അല്ലാതെ കേരളത്തിൽ ഒരു സഹതാപ തരംഗം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ അജണ്ട ഇറക്കിയൊന്നും അല്ലല്ലോ ആരും രണ്ടാമത് ഭരണത്തിലേക്ക് വന്നത്. 2026 അധികാരത്തിൽ വരുവാൻ പോവാണ് പിണറായി സർക്കാർ. എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ താങ്കൾ അഭിപ്രായം വിശദമായി തന്നെ പറഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ഏലിയാസ്, മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം. അത് പറ്റില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കനകലുവിന്റെ സിദ്ധാന്തമാണ് എന്നൊക്കെയാണ് പറയുന്നത് CPM. താങ്കൾ ഇതിൽ ഏത് പക്ഷക്കാരനാണ്? ഞാൻ പറയുകയാണെങ്കിൽ വീണ ജോർജ് എത്രയും പെട്ടെന്ന് നല്ലത്. കാരണം വീണ ജോർജ് ആരോഗ്യമന്ത്രി ആയിപ്പോ തന്നെ ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. മരുന്നില്ല, ബെഡിൽ ആളില്ല, ആശുപത്രിയിൽ പീഡനം, അത് ഇത് എന്താണ് ഇല്ലാത്തത്. കോട്ടയത്ത് ഇന്നലെ ഇപ്പൊ അവരുടെ പാർട്ടിക്കാർ തന്നെ പറയുന്നത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ല എന്നാ പറയുന്നത് വീണ ജോർജിന്. അപ്പൊ എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ നല്ലത്. ഈ ജനം മുഴുവൻ ഈ സമരത്തിനും ഒറ്റപ്പാടിനും ഇല്ലാണ്ട് ഇരിക്കുകയല്ലേ നല്ലത്. ശരി. ശ്രീ പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ ഇന്നലത്തെ സംഭവത്തിൽ? മന്ത്രി വീണ ജോർജിന് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് വീഴ്ച ഉണ്ടായോ? അങ്ങനെ വീഴ്ചയുടെ പേരിൽ രാജിവെക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷം അങ്ങനെ പറയുന്നത് അവരുടെ രാഷ്ട്രീയം. പക്ഷെ ഇത് ഇപ്പൊ ഒരു 10 കൊല്ലത്തിനുള്ളിൽ അല്ലെ 12 കൊല്ലത്തിനുള്ളിൽ ഞാൻ എല്ലാ ഹോസ്പിറ്റലുകളിലും ഒരു ദിവസം കയറി ഇറങ്ങുന്ന ആളാണ്. കാരണം രോഗികളെ കാണാനൊക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ഇപ്പൊ താലൂക്ക് ആശുപത്രി ആയാലും ജില്ലാ ആശുപത്രി ആയാലും ഒരു മെഡിക്കൽ കോളേജിന് തുല്യമാണ് കൊടുത്തിട്ടേക്കണത്. പണ്ട് പശുത്തൊഴുത്തായിട്ട് കിടന്നിരുന്ന സാധനമാണിത്. മെഡിക്കൽ കോളേജാണ് താലൂക്ക് ആശുപത്രി. ഇവര് ആശുപത്രി പറഞ്ഞ 2 ഉപമയും താലൂക്ക് ആശുപത്രി അല്ല മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞത് ഇത്തിരി അതിശയോക്തിയും, പണ്ട് പശുത്തൊഴുത്തായിരുന്നു പറഞ്ഞതിലും ഇത്തിരി അതിശയോക്തി ഉണ്ട്. പക്ഷെ എന്നാലും മുൻകാലങ്ങളെക്കാൾ മെച്ചപ്പെട്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും മെച്ചപ്പെട്ട തന്നെയാണ്. അതെ, അത് ഞാൻ പറയുന്നതാണ് സുഹൃത്തെ. ഇതിപ്പോ കുറ്റം എല്ലാവർക്കും പറയാം. ഒറ്റപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമൊന്നും അല്ലല്ലോ. ഈ പീതാംബരൻ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഇപ്പോൾ ഒരു തമാശയായി മാറി. ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഒരു ഘോഷയാത്ര പോലെയായി. അത് ഇവിടെ ആരോഗ്യ മേഖലയുടെ ഗുണങ്ങളുമുണ്ട്, ആരോഗ്യ മേഖലയിൽ വീഴ്ചകളുമുണ്ട്. അതെ, അതുണ്ട്, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷെ അത് ആരോഗ്യമന്ത്രിയെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. മന്ത്രി അവിടെ ചെന്നപ്പോൾ അവരോട് അവിടെയുള്ള അധികൃതർ ഇപ്പൊ എല്ലാ ആശുപത്രികളിലും വികസന തുകകളുണ്ട്. അവരെല്ലാരും പറഞ്ഞനുസരിച്ചിട്ടാണ് മന്ത്രി അത് പറഞ്ഞത്. ശരി, എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതെന്ന് കേൾക്കാം. എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇനി എല്ലാ ദിവസവും ഇങ്ങനെയാ വരിക. ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട. ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ, വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം, എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവര്. അതാ കാര്യം. അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ. പിന്നെ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ന്യായീകരിക്കാൻ ഉൾപ്പെടുന്നത് എന്താ? അപ്പൊ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയാണ് വേണ്ടത്. അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരവേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ? അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ? സജീവമായി തുടരാനല്ലേ പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത്. അപ്പൊ അതാണ് നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ല വേണ്ടേ.
ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങൾ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല. അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? അത് തെറ്റായ പ്രചാരവേലയാണ്. ആദ്യം അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു, അവിടെ സൂപ്രണ്ട് പറഞ്ഞ കാര്യം അത് സൂപ്രണ്ട് പറഞ്ഞു, ഞാനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക, അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലുടനീള സമരം നടത്താൻ തീരുമാനിക്കുക. ഏത് സിസ്റ്റത്തിന്റെ? അത് കുറച്ചധികം വിശദീകരിക്കണം. ഭരണകൂടം ഇല്ല, ഞാനില്ല, അതിനൊന്നും ഞാൻ പുറപ്പെടുന്നു, ഒരു ആവശ്യമില്ല. ശരി ആയില്ലേ? അല്ല, ആ സിസ്റ്റം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പികയുടെ കെട്ടിട നിർമ്മാണം നടത്തി അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്നു മുമ്പോട്ട് പോകുക തന്നെയാണ് കേട്ടോ. റിക്കാർഡ് വേഗതയിലാണ് ആ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ സിസ്റ്റത്തിന് കുഴപ്പമെന്ന് പറയുന്നതിനെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അത് നമുക്ക് വേറെ നന്നായിട്ട് ക്ലാസ് നടത്താം. ഇല്ല, ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നു. ധാർമ്മികമായിട്ട് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്തം തന്നെ അവർക്കുള്ളൂ. രാജിവെച്ച പരമ്പരയല്ലേ ഇപ്പോൾ ഉള്ളത്. കേന്ദ്രമന്ത്രിമാർ, ഞാൻ അതിലേക്കൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ. ശരി മതി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അത് മന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. എന്തായാലും സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ യോജിക്കുന്നത്? ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ കേട്ടൊരു വാക്കുണ്ട്, നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ മാധ്യമത്തിലൂടെ വന്ന് മന്ത്രിയായ വീണ ജോർജിനോടുള്ള അസൂയ കൊണ്ടാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഇന്നലെ തെറ്റിദ്ധരിപ്പിച്ചത്? ഒരു സ്ത്രീ അവിടെ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ അതിന്റെ ഇപ്പുറം നിന്നാണ് 1 മണിക്കൂർ ഫാഷൻ ഷോ പോലെ നടത്തി അവിടെ വാർത്താ സമ്മേളനം നടത്തിയത് അല്ലെ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഏത് സമയത്ത് ഒരു മന്ത്രിമാര് വന്ന് അവിടെ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ പോലും അവിടെ പിന്നെ തിരിഞ്ഞു നോക്കൂല. ഇനി വേറൊരു വ്യക്തി തന്നെ അവിടെ എന്തെങ്കിലും ഒരു അവിടുത്തെ ഒരു കല്ല് മാറ്റാൻ നോക്കിയാൽ പോലും ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് ഓടിക്കും. അതാണ് അവസ്ഥ. അപ്പൊ മന്ത്രി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇവര് മാധ്യമങ്ങളോട് ആരുമില്ല എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീ മണ്ണിനടിയിൽ ശാസ്ത്രത്തിന് വേണ്ടി പെടുകയാണ് അല്ലെ? എന്നിട്ട് ഇന്ന് പറയാണ് ഞങ്ങളാണ് ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ചിട്ട് ഞങ്ങൾ ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, അവിടെ വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ പരമന്ത്രിക്ക് നോക്കാൻ വേണ്ടി അത് പറയാം. എന്നിട്ട് അവിടെ നിന്ന് പറയാണ് 520 കോടിയുടെ കിഫ്ബി മുഖേന ഞങ്ങൾ അവിടെ അപ്പുറം കെട്ടിടം പണിതു. അത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കല്ലേ വേണ്ടത്? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അഹമ്മദ് ബാവയാണ്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾ എന്ത് തോന്നുന്നു? ഈ പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം അത് ന്യായമായ ഒരു ആവശ്യമാണോ? എന്താ സാർ, ഇതിപ്പോ ഇന്നലെയും പറഞ്ഞാണ്. ഏതായാലും നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഇത് വീണ ജോർജ് മാത്രം പോരാ, മന്ത്രിസഭ ഒന്നാകെ രാജിവെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് അങ്ങനെ? മറ്റു വകുപ്പുകൾക്കൊക്കെ അത്തരത്തിലേക്കുള്ള എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ? എവിടെയാ സാർ ഇത് കുഴപ്പമില്ലാത്തത്? ഇവരുടെ വകുപ്പിൽ ഓരോരോ വകുപ്പ് എടുത്തു നോക്കുമ്പോഴും കുഴപ്പം തന്നെയല്ലേ. ഇതിപ്പോ ഇന്നിപ്പോ MV ഗോവിന്ദൻ ഇപ്പോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഓരോ ചാനലുകാരെ, പക്ഷെ ഈ MV ഗോവിന്ദന്റെ ഒന്നും പിന്നെ നിങ്ങൾ കുറച്ച് താമസിച്ചിട്ടാണെന്ന് തോന്നുന്നു MV ഗോവിന്ദന്റെ പത്രസമ്മേളനം കാണിച്ചത്. ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ വൈകിയെന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇരുന്ന് പറയുന്നത്? ഇവരൊക്കെ ഈ ജനങ്ങളെ കൂടി എന്താണ് കണ്ടിട്ടുള്ളത്? എന്തിനെങ്കിലും ഒരു ഇത് വേണ്ടേ? ഇന്നലെ വീണ ജോർജിന് ദേഹാസ്വസ്ഥ ഉണ്ടായി
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും അപകടം പറ്റണമെന്നൊന്നും ഞാനും പറയുന്നില്ല കേട്ടോ, ദീർഘായുസ് ഉണ്ടാവട്ടെ. പക്ഷെ അവർക്ക് ഇന്നലെ ഈ ഒരു സംഗതിന്റെ വേദന കൊണ്ടല്ല അത് ഉണ്ടായിട്ടുള്ളത്. ഞാൻ രാജിവെക്കേണ്ടി വരുമെന്നുള്ള വേദന കൊണ്ടാണ്, അങ്ങനെ ഉണ്ടായതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ശ്രീ അഹമ്മദ് ബാബ, നമ്മൾ ഒരാളുടെ ഒരു രോഗം വരുമ്പോൾ അയാൾക്ക് രോഗം വരുന്നതിനെ കുറിച്ച് അതിൽ നമുക്ക് അവരുടെ പ്രവൃത്തിയെ വിമർശിക്കാം. അല്ലാതെ നമുക്ക് ഒരാൾക്കൊരു രോഗം വരുന്നതിന് ചികിത്സ തേടുന്നതിന് അത് ഏത് കാരണം കൊണ്ടാണ് ഉണ്ടായത് അത് ശരിയല്ല ശ്രീ അഹമ്മദ് ബാബ. അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അല്ലേ? അല്ല, അതെന്നാലും അത് ധ്വനി അങ്ങനെ വെച്ചിട്ട് അത് വേണ്ട. നമുക്ക് അവരുടെ പ്രവൃത്തിയെ താങ്കൾ വിമർശിച്ചോളൂ, നമുക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ ഈ രോഗം വരുന്നത് ഇന്ന കാരണം കൊണ്ടാണെന്നൊന്നും പറയാൻ നമ്മളാരും ആൾക്കാരല്ല, നമ്മളതിന് വിദഗ്ധരുമല്ല. അഹമ്മദ് ബാബന്റെ അഭിപ്രായം ശരി, അങ്ങനെ ഒരു അഭിപ്രായം ശരിയല്ല ഒരു പൊതുവേദിയിൽ എന്നുള്ളതാണ് അഹമ്മദ് ബാബ എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾ വിമർശനങ്ങൾ ഉന്നയിച്ചോളൂ, പക്ഷെ നമ്മൾ ഒരാളുടെ രോഗവുമായി ബന്ധപ്പെടുത്തിയതിന്റെ കാരണത്തെ കുറിച്ച് പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല. ഇത് മനസ്സ് മടുത്തിട്ട് ഇന്നലെ ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന്. ഈ സംസാരത്തിൽ ഈ വാക്കിനെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? അദ്ദേഹം ഒരു CPM-കാരനാണ്. എടങ്ങേറിന്റെ, ഞങ്ങളുടെ നാട്ടിൽ പറയും എടങ്ങേറിന്റെ 5 കെട്ടിട്ടെന്ന്, മലപ്പുറം ജില്ലയില്. അവസാന എടങ്ങറായിട്ടാണ് ആ ഡോക്ടർ അത് വിളിച്ച് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞ വാക്ക്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ആളല്ല, അഹമ്മദ് ബാബ വിദ്യാഭ്യാസം കുറവാണ്, പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന്. അപ്പൊ അത് എത്ര ആ ഡോക്ടർ എവിടെ എത്തിയിട്ടുണ്ടാവുക അദ്ദേഹം? എന്നിട്ട് അദ്ദേഹത്തിന്റെ പേരിൽ ഇനിയിപ്പോ നടപടി എടുക്കാൻ പോവുകയാണ് അത്ര. ഇതൊക്കെ പറയുമ്പോൾ ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? ഈ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയതിനെ കുറിച്ചും മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അർഹയല്ല എന്നൊക്കെ വിമർശനം ഉന്നയിച്ചവരിൽ CPM നേതാക്കൾ അടക്കമുണ്ട്. അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവും ഒക്കെ അത്തരത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇപ്പൊ നമ്മളെ മുൻ പറഞ്ഞ ആളത് കേട്ടു. അയാള് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ എന്താണ് ഇപ്പൊ അതിന്റെ പേര്, മന്ത്രിന്റെ വീണ ജോർജ് മാത്രമല്ല മന്ത്രിസഭ ആകെ രാജിവെക്കണം എന്ന് പറഞ്ഞു. അല്ല, അത് പോട്ടെ, നമുക്ക് വീണ ജോർജിന്റെ വിഷയം സംസാരിക്കാം. അതിപ്പോ അഭിപ്രായം പറഞ്ഞാൽ അത് വിട്ടേരെ. ഇത്ര നല്ലൊരു മന്ത്രി ശൈലജ ടീച്ചർ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നത് ഇത്ര ചെറുപ്പത്തില് അത് കൈകാര്യം ചെയ്ത് വളരെ മിടുക്കിയ ആ മിടുക്കത്തോടു കൂടി ചെയ്യുന്നുണ്ട്. ഇത് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ, അവര് 9 കൊല്ലമായി ശ്രീ മുഹമ്മദ്, ഈ മറ്റ് പ്രധാന പല മന്ത്രിമാരും ഒക്കെ ഇപ്പൊ സർക്കാരിന് നേട്ടമുണ്ടാക്കുകയും സർക്കാരിന് നല്ല പേരുണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അടുത്തിടെയായി ആരോഗ്യവകുപ്പിൽ നിന്നുണ്ടാകുന്ന അത്തരം പേരുകളാണോ? ആരോഗ്യവകുപ്പിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇപ്പൊ ആരിസ് ഡോക്ടർ പറഞ്ഞത് അയാൾ ആ പ്രോബില്ലായിരുന്നു, അതവിടെ സെക്രട്ടറിക്ക് എഴുതി കൊടുത്തിരുന്നു. അവരെ കാലതാമസമാണ് പറ്റിയിട്ടുള്ളത്. അയാൾക്ക് സെക്രട്ടറി പറയുന്നതും അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നതും ഒക്കെ ഏറ്റു പറയാനാണെങ്കിൽ എന്തിനാണ് ഒരു മന്ത്രി? അവർക്കൊരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ അവർക്ക് തന്നെ പറഞ്ഞുകൂടെ? അത് പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ വേണോ? മന്ത്രി വേണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒരു സംശയം അവർക്ക് സെക്രട്ടറിക്കോ അവർക്ക് ചോദിക്കണമെങ്കിൽ മന്ത്രി വേണ്ടേ, അറിയണമെങ്കിലും മന്ത്രി വേണ്ടേ? അത് വകുപ്പാതല്ലേ. ഇപ്പൊ ആന കുത്തി എത്ര ആള് ചാകുന്നുണ്ട്. അപ്പൊ അതിന് മറ്റേ മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുമോ? അതൊന്നും നടക്കൂല. ഇനിയൊന്ന് കുറച്ച് കാലം കൂടി ഇങ്ങനെ നടക്കട്ടെ, എന്നിട്ട് ജനം തീരുമാനിച്ചു ആർക്ക് ചെയ്യണം, എവിടെ കൂടണം എന്നുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായമാണ്. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾ എങ്ങനെയാണ് ഈ പത്തനംതിട്ടയിൽ നിന്നാണ് ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നത്? പത്തനംതിട്ടയിലെ ഒരു ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി അംഗവും ഒക്കെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നതും. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിപക്ഷ കടമ എന്നുള്ളത് അവരുടെ കടമയാണ്. അത് ഇവരാണ് ഇന്ന് ഇവിടെ ഈ കേരളം മൊത്തം കത്തിച്ചാണ് ഈ കമ്മിറ്റികൾ. വണ്ടി അടിച്ചാൽ ഒരു കുട്ടികൾക്ക് പോലും ഒരു ഉറുമ്പിന് പോലും ഈ നമ്മുടെ സംസ്ഥാനത്തോട് ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഇത് വാങ്ങിയ അവർ വന്ന് കിടന്നുകൊണ്ടാ ഇപ്പൊ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വന്ന് പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ മാധ്യമങ്ങളാണ് ഇല്ലാത്ത വിഷയം ഉണ്ടാക്കി സമരം ഉണ്ടാക്കി ഞങ്ങളെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവർ. ഇന്ന് സാറേ നമ്മളെ രാവിലെ നിങ്ങളുടെ TV ഞങ്ങൾ ഞാൻ നോക്കിയപ്പോണ്ടോ ആ വീട്ടിലെ ആ കരച്ചിൽ, ആ 2 കുട്ടികളുടെ കരച്ചിൽ, ഈ ഗോവിന്ദനും മാഷും ഒന്നും ഈ സഖാക്കളൊന്നും കേൾക്കുന്നില്ലേ? ആ 2 കുട്ടികളുടെ ആ കരച്ചിൽ കേട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ പോലെ നമ്മളെ ചാനലുകളെല്ലാം കരയുകയും ഈ സംസ്ഥാനത്തുള്ള എല്ലാവരും കരഞ്ഞു വിളിക്കുകയാണ്, കണ്ണുനീര് പൊഴിക്കുകയാണ്.
ഇന്ന് അവരൊക്കെ വന്ന് കിടന്ന് നമ്മളെ ഈഞ്ഞാണിക്കുന്നതിനുള്ള വർത്തമാനമല്ലേ പറയുന്നത്. ഇന്നലെ സാറേ ഞാൻ എല്ലാ ചാനലിലും ഞാൻ കണ്ടോണ്ടിരിക്കുക, മാറി മാറി രാത്രി ഒരു സമയം വരെ. ഈ കൈരളി ചാനൽ എന്ന് പറയുന്ന സാധനമുണ്ടോ കാണിക്കുന്നില്ല. ഞാൻ ഹിപ്പി ഫണ്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ആശുപത്രി വേണം അത് പറഞ്ഞ് മാത്രം ആ കൈരളി ചാനൽ ഞാൻ കണ്ടിരിക്കും. എന്തുമാത്രം ഈ ജനങ്ങളോടും സംസ്ഥാനത്തോടും നമ്മുടെ രാജ്യത്തോടും കൂറുള്ളവന്മാരാണെന്നറിയാതെ ഒരു കൂറുമില്ല. ഇവന്മാർ മൊത്തം അഴിമതി നടത്തി ഇവന്മാർ കോടി സമ്പാദിച്ച് ജനങ്ങളെ കളിപ്പിച്ച് മൂടിച്ച്. അതൊന്നും അല്ല ശ്രീ അനിയൻകുട്ടൻ, നമ്മൾ കാടുകാർ പറയല്ലേ, ഈ വിഷയത്തിൽ താങ്കൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം. ഈ അഭിപ്രായം ഏതാ? ഈ അഭിപ്രായം തന്നെ മന്ത്രി അത് ആയി വെച്ചിട്ടുണ്ടാവും. ചുമ്മാ ഓരോ വകുപ്പ് ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികളെ പിടിച്ചുകൊണ്ട് AK തന്നെ ഇരുന്ന പോലെ നടത്തി അവരങ്ങ് ഷോ കളിച്ച് നടക്കുക. ഇവിടെ എന്തൊക്കെ നടക്കുന്ന പോലും അവർക്ക് തന്നെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സുനിൽകുമാർ, നമസ്കാരം കിരൺ എന്ന് പറയുന്നു. തുടർഭരണം ആയിരുന്നു എന്ന് 1977 തോമസ് കെ സി പറയുന്നു. തുടർഭരണമായിരുന്നു എന്നത് 77 വിശദമായി താങ്കൾക്ക് അറിയാം എന്ന് തോന്നുന്നു. അതും ഇതുമായി ബന്ധപ്പെടുത്താവുന്ന ഒന്നല്ല. അന്നത്തെ തുടർഭരണത്തിൻ്റെ രീതിയും അന്ന് എങ്ങനെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമൊക്കെ വന്നതും കാര്യങ്ങളുമൊക്കെ അത് മുന്നണിയുമൊക്കെ ഇപ്പോഴത്തെ അതിനുശേഷം വന്ന LDF UDF മുന്നണിക്ക് ശേഷം ഒരു തുടർഭരണം ഈ മട്ടിൽ 5 വർഷത്തെ ഇതിനിടയ്ക്ക് ഉണ്ടായത് ഇപ്പോഴാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ശ്രീ അതുലാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ അതുൽ, താങ്കൾക്ക് പറയാം. ഇന്ന് സംഭവിച്ച കേരളത്തിലെ 3 ജില്ലകൾക്ക് തന്നെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു അന്ത്യമില്ലാത്ത അവസ്ഥയാണ്. ഇത് സിസ്റ്റത്തിന്റെ ഫെയിലിയറാണ് സത്യമായി നടക്കുന്നത്. ഈ രാജ്യത്തെ ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കപ്പെടുന്ന റെയിൽവേ പാളം പോലും ഏതാനും ചെറിയ വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കോട്ടയം മെഡിക്കൽ കോളേജ് എത്ര വർഷമായി നടക്കാൻ തുടങ്ങിയിട്ട്. സിസ്റ്റം, അതായത് കേരള സംസ്ഥാന സർക്കാരിന്റെ വനം, വന്യജീവി, പോലീസ്, അതുപോലെ തന്നെ ഈ ആരോഗ്യവകുപ്പ്, ഈ 3 വകുപ്പിലും നിയന്ത്രിക്കുന്ന മന്ത്രിമാരുടെ കഴിവുകേടും കെടുകാര്യസ്ഥയും തന്നെയാണ് ഇതിനെല്ലാം കാരണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തമ്പിയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ തമ്പി, താങ്കൾ ഈ പ്രതിപക്ഷം പറയുന്നു വീണ ജോർജ് മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു. ഭരണപക്ഷം അങ്ങനെ രാജി പറ്റില്ല എന്ന് തന്നെ വ്യക്തമായി ഉറപ്പിച്ചു പറയുന്നു. താങ്കൾ ഇതിൽ ഏത് അഭിപ്രായത്തോടാണ് യോജിക്കുന്നത്? ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീദാസൻ, താങ്കൾക്ക് പറയാം. അല്ല, ഈ മന്ത്രി രാജിവെക്കുന്ന അഭിപ്രായം എനിക്കില്ല. കാര്യം ഒരു മന്ത്രിയെങ്കിലും ഈ ശവ സംസ്കാര ചടങ്ങ് പങ്കെടുക്കേണ്ടതായിരുന്നു കിരൺ ബാബു. അത് ചെയ്തില്ല. ഇനിയിപ്പോ കുറെ ആൾക്കാരെ കുറെ അക്രമാസക്തമായ സമരം നടത്തിയാലും കാര്യമില്ല. സംഭവിച്ചു, ആ കുടുംബത്തിന് നഷ്ടം സംഭവിച്ചു. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആന ഔട്ടിക്കൊല്ലുന്നു, ഈ കടുവ പിടിക്കുന്നു, പുലി പിടിക്കുന്നു, ഇങ്ങനെ മരിക്കുന്നു ഒക്കെ ഈ ഏറ്റവും സാധാരണക്കാരായ BPL കമ്പനിയായിരിക്കും. കാരണം അവർക്ക് ചോദിക്കാൻ പറയാൻ ആളില്ല. ഇനി ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞാല് ഈ കോൺഗ്രസ് പറയുന്ന 25 ലക്ഷമല്ല, 1 കോടി ഉറുപ്പ്യ ആ സാധു സ്ത്രീയുടെ കുടുംബത്തിൽ കൊടുക്കണം. ആ കുടുംബത്തിലെ ഒരു അംഗത്തെ ജോലിയും കൊടുക്കണം. നിങ്ങൾ ഒരു മന്ത്രിന്റെ ആരെയും കുടുംബത്തൊത്ത് വിറ്റിട്ട് കൊടുക്കാനാണ് പറയുന്നത്. പൊതു പണം എടുത്തിട്ട് 1 കോടി ഉറുപ്പ്യ, നിങ്ങളെ കണ്ടമാനം പണം ദൂർത്തടിക്കുന്നുണ്ടല്ലോ എല്ലാ തരത്തിലും, 1 കോടി ഉറുപ്പ്യ ആ കുടുംബത്തിന് കൊടുക്കേ. ആ കുടുംബത്തെ അത്താനെ നഷ്ടപ്പെട്ട് ആ കുടുംബത്തിനെ കൂടെ എന്നിട്ട് വേണം അവരെ ഒന്നിച്ചു നിൽക്കാൻ നിങ്ങൾ. അല്ലാതെ വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല. സമയം കളയുന്നില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. എന്തായാലും യൂട്യൂബിൽ എനിക്ക് തോന്നി ഈ വിഷയമായതുകൊണ്ടാണ് നിറയെ കമന്റുകളാണ്. ആ കമന്റുകളിൽ ഒന്ന് ഹേ ബ്രോ 8 more months റിമൈനിങ്, കേരള നമ്പർ 1 ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നു. കേരളം പല കാര്യത്തിലും ഇങ്ങനെയൊക്കെ വീഴ്ചകളുണ്ടെങ്കിലും നമ്പർ 1 ആണ് എന്നതിൽ സംശയമൊന്നുമില്ല. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളുമായി അപേക്ഷിച്ച് നോക്കിയാൽ വിദ്യാഭ്യാസത്തിലായാലും ആരോഗ്യത്തിലായാലും ജീവിത നിലവാരത്തിലായാലും സാക്ഷരതയിലായാലും മറ്റ് പല കാര്യങ്ങളിലും ആരോഗ്യ മേഖലയിൽ ഒട്ടുമിക്ക മാനദണ്ഡം വെച്ച് നോക്കിയാലും ഇന്ത്യയിലെ നമ്പർ 1 തന്നെയാണ് കേരളം. അതിന് യാതൊരു സംശയമില്ല. ഇന്ന് കരുതി നമ്പർ 1 ആയതുകൊണ്ട് ഒരു വീഴ്ചയും വരില്ല എന്നും കൂടി പറയുന്നില്ല. അതും നമ്പർ 1 ആയതിൻ്റെ പേരിൽ ആ വീഴ്ചകളെല്ലാം മറച്ചു വെക്കണം എന്നുള്ള അഭിപ്രായത്തോടും യോജിപ്പില്ല. യെസ്, ഷീ ഷുഡ് റിസൈൻ ഇമ്മീഡിയറ്റ്ലി എന്ന് പറയുന്നു ജേക്കബ് ടി. സുനിൽകുമാർ പറയുന്നു ഇന്നലെ സ്ഥലം സന്ദർശിച്ച മുഖ്യൻ ആ കുടുംബത്തെ ഒന്ന് കാണാതിരുന്നത് വളരെ മോശമായിപ്പോൾ. ഇന്നൊരു മന്ത്രി പോലും സംസ്കാര ചടങ്ങിലും വന്നില്ല, ജനകീയ സർക്കാർ എന്ന് പറയുന്നു. ദിലീപ് കുമാർ 2013 ഈ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് അറിഞ്ഞിട്ട് 2016 വരെ പുതിയ ബിൽഡിംഗ് പണിയാനുള്ള നടപടി എന്തുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തില്ല എന്നുള്ളത്. ദിലീപ്, അതൊരു വല്ലാത്ത കണ്ടുപിടുത്തമായി പോയിട്ടോ. 2013 മുതൽ 16 വരെ ഇരുന്ന സർക്കാരും 16 മുതൽ 25 വരെ ഇരുന്ന സർക്കാരും ഉള്ളപ്പോൾ ആ സർക്കാരിൻ്റെ കുഴപ്പമല്ല, അതിന് മുമ്പുണ്ടായിരുന്ന 3 കൊല്ലം കൊണ്ട് ഉള്ള സർക്കാരിൻ്റെ മാത്രം കുഴപ്പമാണ് കണ്ടെത്തുന്നത്. ന്യായീകരണമൊക്കെ ആവാം, പക്ഷേ അതൊരു വല്ലാത്ത കടുത്ത ന്യായീകരണത്തിലേക്ക് പോയാൽ കേൾക്കുന്ന ആളുകൾക്കും ഇതിനൊക്കെ ബോധമുള്ളവരാണ് എന്ന് നോക്കണം. ഈ ന്യായീകരിക്കുമ്പോൾ ആ ന്യായീകരിക്കുന്ന ആരെയാണോ അവർക്കൊരു ഗുണം ഉണ്ടാവണം. അവരെ കളിയാക്കുന്ന പോലെ താങ്കൾ ന്യായീകരിക്കരുത്. അത് യഥാർത്ഥത്തിൽ താങ്കളുടെ ന്യായീകരണം ഇടതുപക്ഷത്തിന് ദോഷകരമായ, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്നവർക്ക് പോലും ദോഷകരമായ രീതിയിലാണ് എനിക്ക് വായിക്കുമ്പോൾ തോന്നുന്നത്. താങ്കൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും
ഇതിൽ വീഴ്ചയില്ല എന്ന് പറയാൻ അന്ധമായ രാഷ്ട്രീയമുള്ളവർക്കേ പറയാൻ പറ്റൂ എന്ന് പ്രബുദ്ധ കേരളമെന്ന് നന്ദകുമാർ പി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്രയും നല്ല സർക്കാർ ആശുപത്രി കേരളത്തിൽ ഉണ്ടായിട്ട് കപ്പിത്താൻ നാളെ പോവുക ബൂർഷ്വാ രാജ്യത്തിലേക്ക് എന്ന് പറയുന്ന സുനിൽകുമാർ. ശ്രീ സുനിൽകുമാർ, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചമാണ് എന്നത് കരുതി എല്ലാ അസുഖങ്ങൾക്കും ഉള്ള ചികിത്സാ സംവിധാനങ്ങൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് അപൂർവ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത്തരം ചില ക്ലിനിക്കുകളും ആശുപത്രികളും ഒക്കെ ലോകത്തുണ്ട്. അത് എല്ലായിടത്തും സ്ഥാപിക്കാൻ കഴിയുന്നതുമല്ല. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഡോക്ടർമാരെയൊക്കെ ഉൾപ്പെടുത്തി സംവിധാനങ്ങൾക്ക് ഉൾപ്പെടുത്തി സ്ഥാപിക്കുന്ന അത്തരം ക്ലിനിക്കുകളിലേക്കൊക്കെ പലപ്പോഴും ആളുകൾക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിൽ മെച്ചമായതുകൊണ്ട് കേരളത്തിൽ മാത്രം ചികിത്സിച്ചാൽ മതി എന്ന് പറയുന്നതിൽ അതൊരു അർത്ഥമുള്ള കാര്യമല്ല. ശ്രീ സുനിൽകുമാർ, നാണമില്ലാത്തവൻ്റെ ആസനത്തിൽ ആലും മുളച്ചാൽ അത് തണലെന്ന് മോഹൻ നിയസ് പറയുന്നു. നന്ദകുമാർ പി പറഞ്ഞു ഇതിൽ സുനിൽകുമാർ വീണ്ടും മൈക്ക് കണ്ടാൽ വാ വിളിക്കരുതെന്ന് ഗോവിന്ദനോട് കപ്പിത്താൻ പറഞ്ഞത് മറക്കരുത്. ഷിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുൻ്റെ കാര്യത്തിൽ ഇവർ പറഞ്ഞത് കേരളത്തിലിരുന്നതിൽ ഉടൻ കണ്ടുപിടിക്കാനെന്ന്. ആ തള്ളുകാരൊക്കെ എവിടെ പോയി? അരുന്ധതി കോലപ്പറമ്പത്ത്, ഹേ കിരൺ നമസ്കാരം, വീണ ജോർജ് രാജിവെക്കണം എന്നാണ് പറയുന്നത്. ജയകുമാർ, ഇത്രയും നല്ല ഇത് തന്നെ ജയകുമാറും മറ്റേ അഭിപ്രായം തന്നെ, ചികിത്സയ്ക്ക് ഹെൽത്ത് സെൻ്ററിൽ പോയാൽ പോരെ. ഇതൊരു ബാലിശമായ ചോദ്യമാണ്. ആരായാലും പ്രധാനപ്പെട്ട ആളുകളായാലും അല്ലെങ്കിലും ഒക്കെ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി അതിന് പോകാൻ കഴിയുന്നവർ അങ്ങനെ മെച്ചപ്പെട്ട ചികിത്സ മറ്റെവിടെങ്കിലും ഉണ്ടെങ്കിൽ പോകേണ്ടി വരും. കേരളത്തിലെ മന്ത്രിമാർ മാത്രമല്ല, ഭരണപക്ഷത്തു നിന്നുള്ളതും ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ പല ആളുകളും അങ്ങനെ പോയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരും ഒക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. ആരുടെ ജീവൻ രക്ഷിക്കാനും ആരോഗ്യം നിലനിർത്താനും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. ജയൻ ചേട്ട, വീണ ജോർജ് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന് സൂര്യൻ കൃഷ്ണൻ ചാലക്കുടി പറയുന്നു. ജയകുമാർ, നമസ്കാരം സുല്ലേ, ശരിക്കും ഇതിന് ഉത്തരവാദി കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയല്ലേ, വീണ ജോർജ് അല്ല എന്ന് സൂര്യൻ കൃഷ്ണൻ ചാലക്കുടി പറയുന്നു. മെഡിക്കൽ കോളേജിൻ്റെ ഉത്തരവാദിത്വം തന്നെ ഉണ്ട്. ഒപ്പം ആ മെഡിക്കൽ കോളേജിനെയൊക്കെ ഭരിക്കുന്നത് വീണ ജോർജ് ആണല്ലോ മന്ത്രി. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ഗതികെട്ട സർക്കാർ തടികൂടാനാണ് ശ്രമിക്കുന്നതെന്ന് ദീപക് വിജയ് പറയുന്നു. മുരളീധരൻ നായർ എം.എൻ. പറയുന്നു മുഹമ്മദ് മഞ്ചേരി വീണ ജോർജിന് സമസ്തയിൽ നിന്ന് ഒരു എഫിഷ്യൻസി അവാർഡ് വാങ്ങിക്കൊടുക്കണം. ശ്രീ മുരളീധരൻ നായർ എം.എൻ., താങ്കളുടെ മനസ്സിൽ ഇത്രത്തോളം വലിയ എങ്ങനെയാണ് താങ്കൾ ഈ മുഹമ്മദ് മഞ്ചേരി സമസ്തക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞത്? അങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ സമസ്തയിൽ അംഗമാണെന്ന് വല്ലതും പറഞ്ഞിരുന്നു. പിന്നെ താങ്കൾ ഒരാളുടെ ജാതിയോ മതമോ ഒക്കെ കേട്ടിട്ട് താങ്കൾക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നെങ്കിൽ അത് താങ്കളുടെ ഉള്ളിലെ രോഗാതുരമായ ഒരവസ്ഥയാണ്. അത് മാനസികമായ അവസ്ഥയ്ക്ക് ചികിത്സിക്കുന്നതാണ് ശ്രീ മുരളീധരൻ നായർ നല്ലത് എന്നത് ഒരിക്കൽ കൂടി താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ നികുതി പണം കൊടുത്ത് അവിടെ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നോക്കുന്ന വീണ ജോർജ് എന്തും രാജിവെക്കണമെന്ന് സൂര്യൻ വീണ്ടും ചോദിക്കുന്നു. ജയകുമാർ, അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് വയറുവേദനയാണെങ്കിൽ സ്കൂളിൽ പോകണ്ടല്ലോ എന്ന്. ഇത്രയും നല്ല മന്ത്രി സഖാക്കൾക്ക് ജനത്തിന് അവർ ബുദ്ധിമുട്ട് തന്നെ. ഒരു മന്ത്രി പോലും ആ സ്ത്രീയുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്തില്ല. തികച്ചും നിരുത്തരവാദപരമായ സമീപനമെന്ന് ജോർജ് തോമസ് പറയുന്നു. അത് സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഏതെങ്കിലും ഒരു മന്ത്രി ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമോ? ചിലപ്പോൾ മന്ത്രിമാരവിടെ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ചിലപ്പോൾ സംഘർഷമോ അല്ലെങ്കിൽ എതിരായ നീക്കങ്ങളൊക്കെ കണ്ടാവും. ചിലപ്പോൾ അവർ തന്ത്രപരമായി കൂടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘർഷം ആ സ്ഥലത്ത് ഉണ്ടാക്കേണ്ടതെന്ന് കരുതി മാറി നിന്നാവാം ചിലപ്പോൾ. എന്തായാലും കാരണം വ്യക്തമായി എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ്. പഴകിയ വിമാനം പറപ്പിച്ച് 207 പേർ മരണപ്പെട്ടു, ആരും രാജിവെച്ചില്ലല്ലോ. IPLകാർക്ക് സ്വീകരണം നടത്തി എത്ര പേർ മരിച്ചു, അന്ന് രാജിവെച്ചില്ലോ എന്ന് ദിലീപ് കുമാർ ചോദിക്കുന്നു. വീണ ജോർജ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ടത്? കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് തകർന്നാൽ അവരാണ് ഉത്തരവാദി എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്ത് എല്ലായിടത്തും ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയ കോൺഗ്രസ് നേതൃത്വമാണ് രാജിവെക്കേണ്ടതെന്ന് രഘുനന്ദനൻ തിരുവില്ലാമാരൻ പറയുന്നു. രഘുനന്ദനൻ, പ്രതിപക്ഷ പാർട്ടികൾ ആരായാലും ഇനി കോൺഗ്രസ് അല്ല CPM ഇരിക്കുമ്പോഴും CPMകാരും ഇത്തരം സമരങ്ങളൊക്കെ നടത്താറുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളും ഉണ്ടാവാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായി ജനാധിപത്യത്തിൽ ഉണ്ടാകുന്നതാണ്. അല്ല അതിൻ്റെ പേരിൽ രാജിവെക്കുക എന്നൊന്ന് പറഞ്ഞാൽ അവരെവിടുന്ന് രാജിവെക്കാനാണ്? മഴയുടെ കുഴപ്പമാണെന്ന് ആരും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും വീണ്ടും ചില കമന്റുകൾ കൂടിയുണ്ട്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം മനു. നമസ്കാരം. കിരണാണ്. കിരൺ, ഞാൻ വന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. ശരി, അതെ, കുറച്ച് ദിവസമായി കണ്ടില്ല. പറയുമ്പോ നമുക്ക് സമയം ഒട്ടും തരുന്നില്ല. അതുകൊണ്ട് ഞാൻ കഴിയുന്ന ഈ വിഷയം മാത്രം സംസാരിക്കുക. ശരി, പറഞ്ഞു. സമയം തരുന്നില്ല. ഉള്ള കാര്യം കേൾക്കാൻ വരെ തയ്യാറാവുന്നില്ല. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കളയുന്നു. ശരി, എളുപ്പത്തിൽ പറഞ്ഞു. പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. ഈ വിഷയത്തിൽ പറയുമ്പോൾ ഇനിയിപ്പം ഇവിടെ മൊത്തം കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീണാലും ശരി, ഈ മന്ത്രിസഭയിൽ ഒരാൾ രാജിവെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഇത് ഭരിക്കുന്ന ആളുകൾ വേറെയാണ്. പക്ഷേ ഒന്നുണ്ട്, ഇന്നിപ്പോ വളരെ സങ്കടകരമായ ഒരു വസ്തുത. ഞാൻ എന്റെ വൈഫും കൂടെ ഇരുന്നാണ് TV കണ്ടത്. ഏറ്റവും അവർ തന്നെ പറഞ്ഞു ഇതെന്തൊരു മനുഷ്യരാണ്. ആ കളക്ടർ, അവിടെ ജില്ലാ കളക്ടറുണ്ട്, അദ്ദേഹമെങ്കിലും ആ പിടിച്ചത് ആശ്വാസവാക്ക് പറഞ്ഞില്ലെന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. കളക്ടർ ഉണ്ടായിരുന്നു. കളക്ടർ അവിടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആസ്വദിപ്പിക്കാൻ ചെന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേറൊന്നുമല്ല പറഞ്ഞത്.
ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും ആരും ചെന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾക്ക് ഞങ്ങളുടെ ടി വിയിൽ തന്നെ കാണുന്ന ദൃശ്യങ്ങൾ കളക്ടർ ആ വീട്ടിൽ ചെന്ന് ആശ്വാസ വാക്കുകൾ പറയുന്നതാണ്. അപ്പോൾ പറഞ്ഞത് ശരിയല്ല എന്ന് അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്. പറഞ്ഞത് അന്നേരം ആരും ചെന്നിട്ടില്ലായിരുന്നു. അത് കേട്ട ശേഷമായിരിക്കും ചെന്നിരിക്കുന്നത്. ഒരു കളക്ടർക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ പെട്ടെന്ന് വീട്ടിലേക്ക് ഓടി ചെല്ലുന്നതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ചെന്നു. അതിനെ പിന്നീട് നമ്മൾ സമ്മതിച്ചു. പക്ഷെ അടുത്ത ചോദ്യം ഇതാണ്, 26 മണിക്കൂർ കഴിഞ്ഞു ആ വകുപ്പ് മന്ത്രിക്ക് ഒരു അനുശോചനം രേഖപ്പെടുത്താൻ. 26 മണിക്കൂറിന് ശേഷം, നിങ്ങളുടെ വാർത്തയിൽ തന്നെ പറഞ്ഞതാണ്, 26 മണിക്കൂറിന് ശേഷം കുടുംബത്തോടൊപ്പം. ഇപ്പൊ ഉമ്മൻചാണ്ടി എല്ലാവരും തെറി പറഞ്ഞുണ്ട്. ഇപ്പോഴും ആ മനുഷ്യനെ, മരിച്ചുപോയ മനുഷ്യനെ, അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള പേരിലുള്ള ഫൗണ്ടേഷനിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ. അപ്പൊ ഒരു ആശ്വാസവും കിട്ടുന്നില്ല. വെറുതെ പൂർണ്ണമാഷ് വന്നിരുന്നുകൊണ്ട് ഒരുപാട് വർത്താനമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് റെയിൽവേയിൽ അപകടം ഉണ്ടായപ്പോൾ രാജിവെച്ച മന്ത്രിമാരുള്ള രാജ്യമാണിത്. അത് ഒരുപാട് അപകടങ്ങളും ഒരുപാട് വലിയ സംഭവങ്ങളും ഉണ്ടായിട്ടും രാജിവെക്കാത്ത മന്ത്രിമാരുടെ നാട് കൂടിയാണ് ഇത്. സമ്മതിച്ചു. പക്ഷെ ആ കാലം പോയെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ആരും ചെയ്യില്ല. അപ്പൊ ഇതിന് വെറുതെ നമ്മളിങ്ങനെ ഒരു അതര വ്യായാമം നടത്താമെന്ന് മാത്രമേ ഉള്ളൂ. ആരും രാജിവെക്കാനൊന്നും പോകുന്നില്ല. ശരി, ഓക്കെ. താങ്കൾക്ക് സമയം ആവശ്യം പോലെ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രീ ശശിധരൻ. ശ്രീ മാത്യു ആണ്, മല്ലപ്പള്ളിയിൽ നിന്നാണ്. സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് ശ്രീ മാത്യു. താങ്കളുടെ ജില്ലയിലെ മന്ത്രി കൂടിയാണല്ലോ. മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നതും. താങ്കളുടെ അഭിപ്രായം എന്താണ്? വീണ ജോർജ് തന്നെയല്ല, ഇവിടുത്തെ മന്ത്രിസഭ തന്നെ രാജിവെക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ വാക്യം പറഞ്ഞാൽ. അതെന്താണ് ശ്രീ മാത്യു അങ്ങനെ പറയാൻ കാരണം? പല കാരണമുണ്ട്. കാരണം ഞങ്ങളെല്ലാം മെഡിക്കൽ കോളേജിൽ അവിടെ പല കോളേജുകളിലൊക്കെ കണ്ടിട്ടും കേട്ടിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡായിട്ട് കഷ്ടമാണ് അവിടുത്തെ ശുചിമുറികളെന്ന് പറയുന്നത് ഒന്ന്. അപ്പൊ ഇവരുടെ മന്ത്രി വീണ ജോർജ് വളരെ ഗൾഫിൽ, ദുബായിലോ ഗൾഫിൽ ഏതെങ്കിലും രാജ്യത്ത് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട്. മാത്യു, ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ. കേരളത്തിലെ പ്രധാനപ്പെട്ട പല ആശുപത്രികളിലും നേരിട്ടുമൊക്കെ ഞാനും റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പല കാര്യത്തിനും സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. അല്ലാതെ ഒക്കെ പോയിട്ടുള്ള ആളാണ്. പക്ഷെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊന്നും പഴയ കാലത്ത് ഒരു 15 വർഷമോ 20 വർഷമോ മുമ്പുള്ള മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥയല്ല ഇന്നുള്ളത്. ഇന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. പരിമിതികൾ ഒരുപാടുണ്ട്, അത് സമ്മതിക്കുന്നു. പക്ഷേ പരിമിതികൾക്കപ്പുറം നല്ല സൗകര്യങ്ങളുമുണ്ട്. എല്ലാ മെഡിക്കൽ കോളേജിലും നിന്ന് തിരിയാൻ കഴിയാത്തത്ര ആളുകൾ ഇടിച്ചു കയറുകയാണ്. അത്രത്തോളം ആളുകൾക്ക് അവിടെ വിശ്വാസമുണ്ട് എന്ന് കൂടിയല്ല എൻ്റെ അർത്ഥം. വിശ്വാസമുണ്ട്. സാമ്പത്തികം കുറഞ്ഞവരല്ലേ എവിടോട്ട് പോകുന്നത് ഒന്ന്. അപ്പം ഇത് എനിക്ക് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് തൊട്ടങ്ങ് ആലപ്പുഴ ഇവിടെ എല്ലാം ഞാൻ പോയി കണ്ടിട്ടുള്ള ആളാ. എന്നാണ് പോയത്? ഞാൻ ഇപ്പോഴല്ല, കുറെ വർഷങ്ങൾക്ക് മുമ്പ് പഴയ മെഡിക്കൽ കോളേജ്. ഒരു 10-20 വർഷമായി കാണും. 20 വർഷം മുമ്പത്തെ അവസ്ഥയല്ല. ഞാനൊരു 1 മാസം മുമ്പ് പോയതാണ്. 20 വർഷം മുമ്പത്തെ അവസ്ഥയല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളത്. അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളും സാധാരണഗതിയിൽ പ്രൈവറ്റ് ആശുപത്രിക്ക് ഏറെക്കുറെ സമാനമായ സൗകര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ അത്രത്തോളം വൃത്തിയൊക്കെയാണ് അവിടുത്തെ ബാത്റൂമിലായാലും അവിടുത്തെ ഇടനാഴികളിലായാലും ഒക്കെ ഉള്ളത്. അതെങ്ങനെ 20 വർഷം മുമ്പ് കണ്ട മാത്യു പറയുന്നതാണ് ശരിയെന്നും 1 മാസം മുമ്പ് കണ്ട് പറയുന്നത് ഞാൻ പറയുന്നത് തെറ്റാണെന്നും എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അത് പക്ഷം ചേരുന്നത് എങ്ങനെ? യാഥാർത്ഥ്യം താങ്കൾ പക്ഷം ചേരരുത്. ലോകത്തിലെ നമ്പർ 1 ആണെന്ന് പറയരുത്. ലോകത്തിലെ നമ്പർ 1 ആണെന്ന് ആരും പറഞ്ഞില്ല. ഇന്ത്യയിലെ നമ്പർ 1 ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ലോകത്തിലെ നമ്പർ 1 ഒന്നും അല്ല ഇന്ത്യ. ലോകത്തിലെ നമ്പർ 1 അല്ല കേരളം. അത് അമേരിക്കയുടെ ജീവിത നിലവാരവും ഇന്ത്യയുടെ ജീവിത നിലവാരമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലല്ലോ. ഓക്കെ, സംഭവം ശരിയാ. എന്തിനാ ഈ ഇസ്രായേലിലെ തെമ്മാടി രാഷ്ട്രം എന്ന് പറഞ്ഞാൽ അത് ഇതുമായിട്ട് ശ്രീ മാത്യുവിന് ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിമർശനം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അതിനിടയിൽ ഇസ്രായേൽ വലിച്ചിട്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ആരോഗ്യരംഗത്ത് താങ്കൾ പറഞ്ഞെല്ലാം തെറ്റാണ് സംഭവിച്ചോ? ആരോഗ്യരംഗത്ത് എനിക്ക് അങ്ങോട്ട് പൊതിച്ചിട്ട് ഞങ്ങളെല്ലാം വിദേശത്തൊക്കെ ആശുപത്രിയിലൊക്കെ പോയിട്ടുള്ള അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും. താങ്കൾ ഏത് രാജ്യത്താണ് പോയിട്ടുള്ളത്? ചർച്ച ചെയ്യാവുന്നേ ഉള്ളൂ. ഏത് രാജ്യത്തായിരുന്നു? താങ്കൾ ഏത് രാജ്യത്തായിരുന്നു? ഞാൻ ഗൾഫിലെ കുവൈറ്റിലും UAE-യിലും ഷാർജയിലൊക്കെ ഉണ്ടായിരുന്ന ആളാ. അപ്പൊ അവിടെയൊക്കെ പോലെ തന്നെയുള്ള സൗകര്യങ്ങൾ അവിടുന്നൊക്കെ ആളുകൾ ആരോഗ്യത്തിന് വേണ്ടി കേരളത്തിലെ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. അതൊക്കെ ശരിയാണല്ലോ. അപ്പൊ അവിടെ സാധാരണക്കാരന് ഈ ആരോഗ്യരംഗത്ത് ഈ ഗൾഫിൽ കിടക്കുന്ന അറബികളടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട ആശുപത്രികളിലെല്ലാം വരുന്നുണ്ട്. പ്രധാന ആശുപത്രികളുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ വരുന്ന അറബികളെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മെച്ചമാണ്, നമ്മുടെ മോശമാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ കുറിച്ചല്ലേ പറഞ്ഞത്? ഇവിടുത്തെ പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും അവിടെ നിന്നോട്ടല്ലേ വരുന്നത്. അവിടുത്തെ അവസ്ഥ അത്ര മോശമായിട്ട് ആളല്ല. ഇത് നമ്പർ 1 ഒന്നുമല്ല, വെറും വൃത്തികെട്ട ഹോസ്പിറ്റലുകളാണ് ഈ താങ്കൾക്ക് അങ്ങനെ പറയാം. താങ്കൾക്ക് ഉദാഹരണം 20 വർഷം മുമ്പ് കണ്ട സാധനം വെച്ചിട്ട് ഇപ്പൊ ആശുപത്രി മോശമാണെന്ന് എങ്ങനെ പറയുന്നേ?
ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ കാര്യം, മറ്റുള്ള മെഡിക്കൽ കോളേജ് 10-30 വർഷം മുമ്പ് ഞാൻ കണ്ടത്. അന്നും 30 വർഷം മുമ്പ് കണ്ട കഥയൊന്നും അല്ല ഇപ്പോൾ. കാലമൊക്കെ ഒരുപാട് മാറി ശ്രീ മാത്യു. ഇനി അടുത്ത എനിക്ക് അസുഖം വരുന്നത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോകാം. അസുഖം വരണ്ട. താങ്കൾ എവിടെ, വീട് എവിടെയാണ്? എന്റെ വീട് മല്ലപ്പള്ളി തന്നെയാണ്. മല്ലപ്പള്ളിയിൽ നിന്ന് ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്? ഞാൻ കോട്ടയത്തോട്ട് ഈ അടുത്ത കാലത്ത് പോയി. ഞങ്ങൾ പോകുന്ന ബിലീവേഴ്സിലാണ്. അല്ല, ഒരു മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോയി അവിടെ ചുറ്റി ഇറങ്ങി കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് പറ മെഡിക്കൽ കോളേജിൽ 30 വർഷം മുമ്പ് കണ്ടവരാണോ ഇല്ലെന്ന് പറ. എന്തായാലും ഒരു ദിവസം ഒരു യാത്രയാവും, യാഥാർത്ഥ്യം ബോധ്യപ്പെടാൻ ഒരു അവസരവും. സാറ് പക്ഷം പിടിച്ചാണ് ഈ പറയുന്നത്. ഞാൻ 30 വർഷം മുമ്പ് കണ്ട അതിലെ അവസ്ഥയിലാണ് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പക്ഷം പിടിക്കുന്നത്. ഓക്കെ, ഏതായാലും വീണ ജോർജ് ഈ രാജിവെക്കുന്നത് തന്നെ നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ശരി, വീണ ജോർജ് രാജിവെക്കണമെന്ന് ഇല്ലെന്നൊക്കെ പറയാം. പക്ഷെ പറയുമ്പോൾ ഒരു കാരണം വേണം. 30 വർഷം മുമ്പുള്ള അവസ്ഥ നാടകമൊക്കെ ആരും കാണാത്തതാണോ? ശരി, ഹോസ്പിറ്റലിന്റെ കാര്യം. എന്തായാലും ശ്രീ മാത്യു താങ്കളൊക്കെ പോകും. ഒരു ദിവസം രാവിലെ പോയാൽ തീർച്ചയായിട്ടും ഫോട്ടോ എല്ലാം ഞാൻ അങ്ങോട്ട് അയച്ചു ഒന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഇന്ന് രാവിലെ അടക്കം അവിടെ ഉണ്ട്. അതിന് താങ്കളെ ഫോട്ടോ എടുത്ത് അയക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞങ്ങൾ അങ്ങോട്ട് തരാം. ശുചിമുറിയുടെ അവസ്ഥയൊക്കെ കാണിച്ച് അങ്ങോട്ട് വിട്ടു തരാം. ശരി, ഓക്കെ, വിടൂ. ഓക്കെ, ഞങ്ങൾ കാണുന്നതൊക്കെയാ. നമുക്ക് അങ്ങനെയാണെങ്കിൽ വാർത്ത ചെയ്യാം, കുഴപ്പമില്ല. ശരി, ഓക്കെ, താങ്ക് യു. ശരി മാത്യു. ശ്രീ അനിൽകുമാറാണ് എറണാകുളത്ത് നിന്നും. ശ്രീ അനിൽകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തോട് താങ്കളുടെ പ്രതികരണം? അതൊന്നും ശരിയല്ല. ഈ സംഭവം ദാരുണമായി പോയി. ഒരു അപകടം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ചില പിഴവുകള്, അശ്രദ്ധക്കുറവ് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകത്തിന് മാതൃകയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. താങ്കൾ പറഞ്ഞതുപോലെ പോരായ്മകൾ ഉണ്ടാകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവലിലേക്ക് ഒരുപക്ഷെ വന്നിട്ടില്ല. പക്ഷേ ഇന്നലകളെ അപേക്ഷിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഗുണകരമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ എഴുത്തുന്നത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഈ കാര്യത്തില് മന്ത്രി രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ അപക്വമായ സമീപനമാണ്, രാഷ്ട്രീയമായ സമീപനമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ അനിൽകുമാർ. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ് പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞു. എനിക്ക് 2 മിനിറ്റ് തരുന്നത്, അങ്ങനെ കട്ട് ചെയ്ത് കളയരുത്. എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാണ്? നമുക്ക് തരാം, പറഞ്ഞോളൂ, എളുപ്പം പറഞ്ഞു. എനിക്ക് ഞാൻ കൗണ്ട് ചെയ്തിട്ടാ പറയുന്നത് ശരിക്ക്, അല്ലാണ്ട് അതിന് മീത് എടുക്കില്ല കേട്ടോ, ഒരിക്കലും എടുക്കില്ല. ശരി, എളുപ്പം പറഞ്ഞോളൂ. ഞാൻ പറയാം. പിന്നെ ഈ കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല. ഈ കോട്ടങ്ങളുടെ കൊടുമുടി നിന്നിട്ട് നേട്ടങ്ങളെ പറ്റി വർണ്ണിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നിപ്പോ ഗോവിന്ദ മാഷ് ഇത് ഞാൻ ന്യൂസ് കേട്ടു. അയ്യോ, എന്തൊരു കഷ്ടപ്പെടുന്നു, എന്തൊരു കഷ്ടപ്പാടാ പറയുന്നത്. എന്നിട്ട് അവസാനം പറഞ്ഞ് സിസ്റ്റത്തിന്റെ തകരാറ് നമ്മുടെ അഹഹ എന്ന് പറഞ്ഞ് ചിരിക്കണമെന്നുണ്ട്. അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തിട്ട് എനിക്ക് പോവുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം കൂടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അവിടെ ആരും ഇല്ല നിർത്തം എന്ന് പറഞ്ഞിട്ട് വീണ തന്നെ പറയുകയും ചെയ്തു. പിന്നെ വീണ ജോർജ് പോയി കഴിഞ്ഞാൽ വേറൊരു വീഴാത്ത ജോർജ് വരും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തന്നെയല്ല, ഞാൻ LDF മാത്രം പറയില്ല, UDF ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോ പിന്നെ വേറെ കാര്യം, ഈ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ പറയാം, അതും കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണെങ്കിൽ നമ്മുടെ ആലത്തൂർ ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ OP ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കാൻ ചിലപ്പോൾ ഡോക്ടർമാരുണ്ടാവില്ല, എക്സ്റേ ടെക്നീഷ്യൻ ചിലപ്പോൾ ഉണ്ടാവില്ല, സ്കാനിങ് പുറത്തെടുക്കണം, ഫാർമസി പോയാൽ മരുന്നുണ്ടാവില്ല, പുറത്തേക്ക് എഴുതി തരണം. അപ്പൊ എന്താ ഇതിന് ചുറ്റും 8 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട് സാറേ, 8 പ്രൈവറ്റ് ഹോസ്പിറ്റൽ. എങ്ങനെ ഒരു ഇതിന്റെ മുമ്പിൽ 8 വന്നു വരണമെങ്കിൽ അപ്പൊ എത്ര ബിസിനസ് ആയിരിക്കും അവർക്ക്? അതാണ്. ഞാൻ അവിടെ പോയിട്ടില്ലാണോ നമ്മുടെ ആലത്തൂരും, ഞാൻ മോശമായിട്ടൊന്നും പറയാനില്ല. മെഡിക്കൽ കോളേജ് തൃശ്ശൂരും പോയിട്ടുണ്ട്, നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെയാണ്, കുഴപ്പമില്ല. ഇത് പിന്നെ അല്ല, ഇന്ന് ബാലുശ്ശേരിയില് 35 ലക്ഷത്തിന് വികസനം ചെയ്യുന്നില്ല, 22 പറഞ്ഞ വീണ ജോർജ് എവിടെ ഒരു ഉറുപ്പ് ചെലവാക്കിയിട്ടില്ല. അതാണ് സംഭവം അവിടെ. ശരി, ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഈ രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം സാറേ. എനിക്ക് പറയാനുള്ളത്, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് എന്റെ വീട്. ഞാൻ നാളെ ഇതും പറയാനായിട്ട് ഇതേമാതിരി അന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾക്ക് പോയി പോകാറുണ്ട്. പല ആൾക്കാർക്കും ആക്സിഡന്റോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോകാറുണ്ട്. സാറ് പറഞ്ഞ മാതിരി കുറെ കുറവുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മെഡിക്കൽ കോളേജുകളിൽ കണ്ടമാനം കുറവുകൾ, വീഴ്ചകൾ ഇതൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞു 30 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം മുന്നേ കണ്ട മെഡിക്കൽ കോളേജാണ്. സാർ അത് തിരുത്തിച്ചു കഴിഞ്ഞു. അത് ഇന്ന് പോയി ആ മെഡിക്കൽ കോളേജുകളിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണും. ഈ പിന്നെ സാർ ചോദിച്ചത് വീണ ജോർജ് രാജിവെക്കണമെന്നു. അപ്പൊ ഇതിനു മുന്നേ വ്യോമയാന മന്ത്രി, അതുപോലെ റെയിൽവേ മന്ത്രി, ഇവരൊക്കെ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ
അവരും രാജിവെക്കേണ്ടതാണ്. കാരണം മന്ത്രിസഭ അടക്കം പറയുന്നതിൽ അർത്ഥമില്ല ശ്രീ സുരേന്ദ്രൻ. അങ്ങനെ BJP പോലെയാണ്, കോൺഗ്രസിനെ പോലെയാണ് CPM എന്ന് എങ്കിൽ ആദ്യം അംഗീകരിക്കണം. എന്നിട്ട് ഞങ്ങൾ അവർ ചെയ്ത പോലെയൊക്കെ ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് വേണം അവർ രാജിവെക്കാത്തോട് ഞങ്ങൾ രാജിവെക്കില്ല. അതൊരു ന്യായമല്ല ഒരിക്കലും. അല്ല, അത് ന്യായമല്ല ഞാൻ പറഞ്ഞത്. അവിടെ വ്യോമയാന മന്ത്രി രാജിവെച്ചിട്ടില്ലല്ലോ. അല്ല, അതാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറയേണ്ടത് ഞങ്ങൾ മറ്റു പാർട്ടിക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത്, ഞങ്ങൾ അവർ തമ്മിൽ വ്യത്യാസമില്ല എന്ന് ആദ്യം പറയണം. അല്ലാതെ അവര് രാജിവെച്ചോ ഇല്ലയോ എന്ന് ഒരു പാർട്ടിക്കാരെ മോശമായിട്ട് അതിൽ അടുത്ത പാർട്ടിക്കാരെ കയറ്റുന്നത് രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. ഒരു മന്ത്രിക്ക് നിങ്ങൾക്ക് എങ്ങനെ റിപ്പോർട്ട് കിട്ടണേ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാറ്. പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണേ. ശ്രീ സുരേന്ദ്രൻ, ഞാൻ വളരെ നിസ്സാരമായി ചോദിക്കാം. ഇനി ആരോ പറഞ്ഞോട്ടെ, അവിടെ ആരുമില്ല എന്ന് ഉറപ്പ് പറഞ്ഞു. അവിടെ ഒരാളിനും കോമൺ സെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് മനുഷ്യനും മനസ്സിലാവും ഒഴിഞ്ഞ കെട്ടിടം, ആയിരക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലം, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ കരുതുക. ബോർഡൊന്നും വെച്ചിട്ടില്ലായിരുന്നു, വെച്ചിട്ടുണ്ട് എന്ന് കരുതുക. അവിടെ വാർഡ് തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അവർ ആ ശുചിമുറി ഉപയോഗിക്കുന്നുണ്ട്, മൂന്നാമത്തെ നിലയിലെ ശുചിമുറി കുഴപ്പമില്ല, അതെല്ലാം ഉണ്ട്, അതെല്ലാം മാറ്റി നിർത്തുക. ആ കെട്ടിടം പൂർണ്ണമായും ഉപയോഗശൂന്യമായിരുന്നു, ആരും അങ്ങോട്ട് കയറായിരുന്നു, ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും തകർന്ന് വീണ് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ ആളുകൾ ബോർഡ് വായിക്കാതെ കയറും, ചിലപ്പോൾ ബോർഡ് വായിച്ചാലും കയറും. അങ്ങനെയൊക്കെ കയറുമ്പോഴും ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു മാനുഷികമായ രീതി. അതിനാരും പറയേണ്ട കാര്യമില്ല. അതൊരു കോമൺ സെൻസ് ആണ്. ഒരു മനുഷ്യരോട്, മറ്റുള്ള മനുഷ്യരോട് കാരുണ്യം തോന്നുന്ന ഏത് മനുഷ്യൻ്റെയും മനസ്സിൽ ആദ്യം തോന്നേണ്ടത്, നമ്മൾ വഴിയിൽ ഒരു അപകടം ഉണ്ടാകുന്ന കാണുമ്പോൾ എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഓടി ഇറങ്ങുന്നത്? വണ്ടി നിർത്തി ഓടി ഇറങ്ങുന്നത് എന്തിനാണ്? ഒരാളുടെ അപകടം കാണുമ്പോൾ അറിയാതെ നമ്മൾ ഇറങ്ങുകയാണ്. അതൊരു ഒരു മനുഷ്യൻ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ല, സാർ ഇത് മുഴുവൻ പറയുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ സാറാണ് മുഴുവൻ സംസാരിച്ചത്. ഇതും കൂടി കേൾക്കുക, ഞാൻ പറഞ്ഞതും കൂടി. ഹലോ, പറഞ്ഞോളൂ. ഞാൻ കേൾക്കില്ല. എന്തിനാ പറയുന്നത്? ഇപ്പോ സാറ് പറഞ്ഞല്ലോ, വീണ ജോർജ് അവിടെ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ അവിടെ വന്ന് പറഞ്ഞു, അവിടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് സൂപ്രണ്ട്. ആ സൂപ്രണ്ട് പറഞ്ഞു ഇതിനുള്ളിൽ ആരുമില്ല. മന്ത്രിക്ക് അവിടെ പോയിട്ട്, മന്ത്രി അതിന്റെ ഉള്ളിൽ പോയിട്ട് അല്ല പറയണേ. മന്ത്രി പറയുന്നത് ഈ സൂപ്രണ്ട് അവിടെ മേലുദ്യോഗസ്ഥ, അവിടെ ആ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തോടു കൂടി പറയുകയും ചെയ്തു, ഞാനാണ് മന്ത്രിയെ പറഞ്ഞത്. എന്തിനാണ് ശ്രീ സുരേന്ദ്രൻ മന്ത്രി സൂപ്രണ്ട് പറഞ്ഞാൽ പോരെ? ഉദ്യോഗസ്ഥർ വരിക, മുകളിലൊരു സെക്രട്ടറി വെച്ച് ഭരിച്ചുകൂടെ? എന്തിനാ മന്ത്രി? എന്തിനാണ് സാറ് പറയണ കേൾക്കും? സാറ് കുറെ പറഞ്ഞപ്പോ ഞാൻ ഉണ്ടായിരുന്നു. ഇനി സാറ് ഞാൻ പറഞ്ഞെങ്കിലും കേൾക്കുവോ? അല്ലാണ്ട് എങ്ങനെയാ? സാറ് മാത്രം പറഞ്ഞോണ്ട് ശരിയായില്ലല്ലോ. മന്ത്രി പറഞ്ഞു അവിടെ ഇനി ഇത് അവിടെ തരേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണോ പോയത്? അല്ല. അപ്പൊ അവിടെ ഇതേമാതിരി തന്നെ ഈ ചാണ്ടി ഉമ്മൻ MLA അവിടെ നിങ്ങളൊരു ഇത് കാണിക്കുന്നുണ്ട്, ഒരു സ്ക്രീൻ ഇത് കാണിക്കുന്നുണ്ട്. അവിടെ ഈ MLA പറയണു അവിടെ ഞാനുണ്ട്. ഈ MLA-മാർക്കും അവിടെ ഇടപെടാം. MLA-ക്ക് ഫയർഫോഴ്സിനെ എന്തൊക്കെ വേണമെങ്കിൽ വിളിച്ചിട്ട്, തിരൂര് കണ്ടില്ല നമ്മള്, ഒരു MLA അല്ലേ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്? എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിട്ട് അവിടെ വന്നിട്ട്? ശ്രീ സുരേന്ദ്രൻ, ഞാൻ ഇടപെടുമ്പോൾ താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നും. താങ്കൾ പറഞ്ഞു വരുന്ന ന്യായമല്ല ഇങ്ങനെയാണ്. പ്രതിപക്ഷം അത് ചെയ്തല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് അതിനെ കാണിച്ചാണ് ന്യായീകരിക്കുന്നത്. അതിനെ കാണിച്ചല്ല ന്യായീകരിക്കേണ്ടത്. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയതാണ്, ആ തെറ്റ് തിരുത്തും, അതാണ് ന്യായം. സാറ് പറഞ്ഞത് വീണ ജോർജ് രാജിവെക്കണോന്ന് എന്നോട് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഞാൻ അല്ല, വീണ ജോർജ് രാജിവെക്കണോ വേണ്ട എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം, അത് എന്റെ ആവശ്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, വീണ ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാജിവെക്കണമെന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. എനിക്ക് രാജിവെച്ചാലും രാജിവെക്കാതിരുന്നാലും ഒന്നും എന്റെ വിഷയമല്ല. അല്ല, അത് സാറിന് പറയാം. പക്ഷെ എനിക്ക് ഞാൻ മനസ്സിലാക്കി ഇത് ഒരു മന്ത്രി അങ്ങനെ പറഞ്ഞ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ സുരേന്ദ്രൻ. നമുക്ക് സമയം ഒരുപാടാകുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. അശ്വതിയാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. അശ്വതി, താങ്കൾ എങ്ങനെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ രാജി ആവശ്യത്തെ കാണുന്നത്? ഞാനൊരു അതുപോലെ കഷ്ടപ്പെട്ട് നോക്കുന്നൊരു പറഞ്ഞോളൂ, താങ്കളെ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നെ പോലെ ഒരു ഞാൻ നിൽക്കുന്നത് കേരളത്തിനാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. അതെന്തായാലും വീണ ജോർജ് രാജിവെക്കണം. അതോടൊപ്പം തന്നെ ആസ്പത്രി സൂപ്രണ്ടും വെക്കണം. കാരണം ഒരു പാവപ്പെട്ട വീട്ടിൽ എത്ര കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്നതാണ് അവളെ 2 മക്കളെ. അതിൽ നിന്നും അവൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനോ ഒന്നിനും പറ്റാതെ ഇതുപോലെയുള്ള ദുരിതങ്ങൾ ചെയ്യുമ്പോൾ വേറൊരു മന്ത്രിയുടെ സ്ഥാനത്ത് നിന്നാണെങ്കിൽ ഇന്ന് ആ മന്ത്രിയുടെ വീട് വരെ കത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് കിട്ടേ പറ്റൂ. ശരി, അശ്വതിയാണ് സംസാരിച്ചത്. വിജയകുമാറാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ പ്രതിപക്ഷത്തിന്റെ ഈ ആവശ്യത്തെ എങ്ങനെയാണ് കാണുന്നത്? പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തെ കാണുന്നത് രാജിവെക്കാൻ അത് മന്ത്രിസഭ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്.
പക്ഷെ അത് നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നടന്നത്. പറഞ്ഞോളൂ. അപ്പോ കേരളം നമ്പർ 1 ആണെന്ന് പറയുകയും ചെയ്യുന്നു. നമ്പർ 1 ആണ്. പക്ഷെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നമ്പർ 1 ആണോ എന്ന് നമ്മൾ ആലോചിക്കണം. ശരി, ബാലരാമപുരത്തു നിന്ന് തന്നെയാണ് താങ്കൾ വിളിക്കുന്നത്. ബാലരാമപുരത്ത് നിന്ന് തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ശ്രീ ശിവദാസൻ കൂടി വിളിക്കുന്നുണ്ട്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാൻ ബാക്കിയുണ്ട് സമയമുള്ളതാണ്. കാരണം വീണ ജോർജ് മേഡം അവരെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്നലത്തെ രാജിവെച്ച് കഴിഞ്ഞു. അവരുടെ അമ്മയാണ്, സ്ത്രീയാണ്, സഹോദരിയാണ്. അവർക്കെല്ലാം അറിവുള്ള ആളാണ്, മനുഷ്യത്വമുള്ള ഒരാളാണ്. പക്ഷേ പാർട്ടി എന്ന നമ്മളെ കേരളത്തിന്റെ CPM-ന്റെ സെക്രട്ടറി ചിരിച്ചുകൊണ്ടാണ് അവസാനം നിർത്തിയത്. ഇതൊക്കെ ഒരു പ്രപഞ്ച ശക്തി നോക്കിയിരിക്കുകയാണ്. ഇതിനെല്ലാം വലറ്റുവെപ്പെല്ലാം കൂടി ജനങ്ങൾ വിധി എഴുതി വന്നാൽ പോലും കേരളം രക്ഷപ്പെടൂല. കാരണം പശ്ചിമ ബംഗാൾ അവർ ചോപ്പിച്ചു, കർപ്പിച്ചു, നശിപ്പിച്ചു. അതേപോലെ ഇവിടെ വരും. രാഷ്ട്രീയം പറഞ്ഞതല്ല, പക്ഷേ ഒരു സഹതാപം പോലും ഇല്ലാത്ത, മനുഷ്യത്വം ഇല്ലാത്ത എന്ന് രാവിലെ കൈരളി ചാനൽ ആ അമ്മ മരിച്ചു അവരെ കൊണ്ട് പോകുമ്പോൾ എല്ലാ ചാനലുകളും ലൈവായി കാണിക്കുമ്പോൾ പൊറോട്ടയുടെയും ബീഫിന്റെയും കഥ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ചാനലിനും അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. അവർ അതനുസരിച്ച് അങ്ങനെ മറ്റു ചാനൽ കാണിച്ചില്ല, ഒരു ചാനൽ കാണിച്ചു എന്ന് പറയാം. അതിലെന്താണ് അർത്ഥം? താങ്കൾക്ക് വേറെ ചാനലുകൾ കാണണമെന്നുണ്ടെങ്കിൽ, വാർത്ത കാണണമെങ്കിൽ മറ്റു ചാനലുകളുണ്ടല്ലോ. ഇന്ന ചാനൽ കാണിച്ചില്ലെങ്കിൽ വേറെ ചാനൽ, ഒരു ചാനൽ മാത്രമുള്ള അവസ്ഥയാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാം, അല്ലെങ്കിൽ സർക്കാർ ചാനലാണെങ്കിൽ പറയാം. അല്ലാതെ ഒരു ചാനല് ഇന്ന് കാണിച്ചില്ല എന്ന് പറയുന്നതിലൊന്നും കാര്യമില്ല. ഓക്കെ, ഞാൻ തിരുത്തുന്നു, ആ വിഷയം തിരുത്തുന്നു. ഓക്കെ, സോറി. ഞാൻ ചോദിക്കട്ടെ തന്നെയാ, നമ്മൾ ഇത്രയും സമയമായിട്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഒരു മഴയത്ത് കാറ്റത്ത് ഒരു കമുകോ ഒരു വൃക്ഷങ്ങളോ ഒരു വീടിന്റെ പുറത്ത് വിടുന്നാൽ ആ നിമിഷം കേസെടുക്കാൻ വിളിച്ചു പറയുന്ന പാർട്ടി സെക്രട്ടറിമാർ, നേതാക്കന്മാർ ഇത്രയും സമയമായിട്ട് എന്തുകൊണ്ടാണ് ഒരു 56 വയസ്സായ ഒരു കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്ന ഒരു അമ്മ ജീവന് വേണ്ടി പോയപ്പോൾ ജീവൻ എടുത്തു കൊടുത്ത ഒരു ഗവൺമെന്റ്, ജീവന് വേണ്ടി പോയപ്പോൾ ഒരു അമ്മ അവസാനം അവരെ കൂട്ടിരുന്നു. രോഗിയെക്കാളും സംരക്ഷിക്കേണ്ട ആളാണ് കൂട്ടിരിക്കുന്ന ആള്. ആ കൂട്ടിരിക്കുമ്പോൾ ആ മോള് എന്റെ അമ്മ ബാത്റൂമിൽ പോയിരിക്കുകയാണ്, എന്റെ അമ്മ ചായ മേടിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ഓരോ അഭയങ്ങളും ഇഞ്ചിഞ്ചാ പീസായി മരിച്ചുപോയി. ആ സെക്രട്ടറി മരിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ആ വിഷയം കൂടി പോകുന്നില്ല. എന്നിട്ട് പോലും അതിനെ മരണപ്പെട്ടു, അത് അംഗീകരിക്കുന്നു പറയാൻ പോലും സാറേ ഇവിടെ ആരുമില്ല. അപ്പൊ ഇത് നമ്മൾ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിൽ ചില കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. മാത്യുവിന് നേരെയുള്ള ഒരു വിമർശനമാണ് തോന്നുന്നത്. എന്തായാലും GMG റിപ്പോർട്ടർ ക്യാപ്സ്യൂൾ കച്ചവടം നടത്തരുത് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് താങ്കൾക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാരമില്ല. ഇപ്പോൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ 100 സീറ്റ് പിടിക്കാനുള്ള വേവലാതി കൊണ്ടാണ്, കഷ്ടമാണെന്ന് ഷാജി കണിയാമ്പറമ്പിൽ പറയുന്നു. തോമസ് കേസി പറയുന്നു തുടർ ഭരണം തന്നെ എന്ന് പറയുന്നു. സുനിൽകുമാർ, കിരൺ സാർ, ഇവരൊക്കെ എത്ര ചികിത്സിച്ചാലും നമുക്കൊന്നുമില്ല, ബട്ട് സാധാരണക്കാരന് ഇവിടെ കുറച്ച് സൗകര്യങ്ങളും മരുന്നും ഒക്കെ കൊടുത്തുകൂടെ എന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. സാധാരണക്കാരന് സൗകര്യങ്ങളുണ്ട്, അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിച്ചു പോകണം എന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലുകളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുള്ളത് എന്ന് ഷാജി കണിയാപ്പറമ്പിൽ പറയുന്നു. ഷാജി ഭാസ്കരൻ മാത്യു പെട്ടു എന്ന് പറയുന്നു. അടച്ചിട്ടുന്ന കെട്ടിടമാണെന്നാണ് മന്ത്രി പറഞ്ഞത്. 360 പരം കിടക്കകളും അനുബന്ധ ഉപകരണങ്ങളും രോഗികളും ഉണ്ടായിരുന്ന പ്രവർത്തിക്കുന്ന കെട്ടിടമായിരുന്നു അവിടെ എന്ന് ജയകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. പോലീസ് കേസ് ഇല്ലേ എന്ന് രാജേഷ് ചോദിക്കുന്നു. സൂര്യൻ കൃഷ്ണൻ ചാലക്കുടി പറയുന്നു കേരളത്തിലെ എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലും നല്ല വികസനമുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരാൾ തന്നെയാണ് മറ്റു അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. മറ്റു ചില അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. സുനിൽകുമാർ, ഇന്നലെ കിരൺ സാർ ന്യായത്തിൻ്റെ പക്ഷത്തായിരുന്നു, ബട്ട് ഇന്ന് പഴയ പടിയായി എന്ന് പറയുന്നു. ന്യായത്തിൻ്റെ പക്ഷത്താണ് ഞാൻ നിൽക്കുന്നതിന് സംശയമൊന്നുമില്ല. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ന്യായം ചിലപ്പോൾ ചിലർക്ക് ആ ന്യായം അത് ന്യായമായി തോന്നണമെന്നില്ല. അത് താങ്കളുടെ ജനാധിപത്യപരമായ അവകാശം, അത് അംഗീകരിച്ചു തന്നെ ഇരിക്കുന്നു. വികസനവും 1ാം സ്ഥാനവും കാണണമെങ്കിൽ ഏതെങ്കിലും OP-യിൽ പോയി നോക്കണം, മിക്കവാറും OP ഇല്ല എന്ന ബോർഡ് കാണാമെന്ന് ജയകുമാർ പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയല്ല കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആശുപത്രികളിലും ഉള്ളത്. മിക്ക ആശുപത്രികളിലും OP-യിൽ ഏത് സമയത്ത് എന്നാലും കാണാൻ കഴിയാത്തത്ര ആളുകളുടെ തിരക്കാണ് കേരളത്തിൽ കാണുന്നത്.
എന്തായാലും എങ്ങനെയാണ് ആ ബിൽഡിംഗ് വീണത്? മഴ കാരണമാണോ അതോ ഭൂമി കുലുങ്ങിയതാണോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നു. ഗോവിന്ദനെ ആദ്യം മാറ്റണമെന്ന് ജലീഷ് ജോൺ പറയുന്നു. ചായ കുടിക്കാൻ കക്കൂസിലാണോ പോകുന്നത് എന്നൊക്കെ രാജേഷ് പി ചോദിച്ചു. രാജേഷ് പി അത് ഒരാൾ ചായ കുടിക്കാൻ പോയത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യം അതൊരു മോശപ്പെട്ട ഒരവസ്ഥയാണ്. ഒരു മരണമടഞ്ഞ ആളിനെ കുറിച്ച് അത്തരത്തിലേക്കല്ല രാജേഷ് പി പ്രതികരിക്കണം. അതിന് തൊട്ട് താഴെ താങ്കൾ വീണ ജോർജിൻ്റെ പേരെഴുതിയൊരു ലൗചിഹ്നമൊക്കെ വരച്ചിട്ടിരിക്കുന്നു. അപ്പോൾ താങ്കൾ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി കൂടി ഇത്തരം അഭിപ്രായങ്ങൾ നാണക്കേടാവില്ലേ എന്നതുകൂടി എങ്കിലും താങ്കൾ ചെയ്തിരിക്കണം. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അവരുടെ പേരിലെ അഭിപ്രായങ്ങൾ ഒക്കെ പറയുമ്പോൾ താങ്കൾ ഇനി അതിൻ്റെ ആളാണോ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണോ എന്നൊന്നും എനിക്കറിയില്ല. ശ്രീ പ്രദീപാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പ്രദീപ്, വീണ ജോർജ് രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നോ വിയോജിക്കുന്നോ? നമസ്കാരം കിരൺ. നമസ്കാരം കിരൺ, ആദ്യം എനിക്ക് പറയാനുള്ളത്, ദയവേത് എനിക്ക് മണിമലയ്ക്ക് കൊടുക്കുന്നതിന്റെ ഒരു കാൽഭാഗ സമയമെങ്കിലും തരണം. താങ്കൾ എല്ലാ ദിവസവും ഇങ്ങനെ വേറെ വേറെ ഇൻട്രോ പറഞ്ഞിട്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ മുമ്പ് താങ്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സമയം തരണ്ടേ? ഓക്കെ, സമയം തരാൻ പറ്റുമെങ്കിൽ തരൂ. എന്തായാലും ഞാൻ താങ്കൾ തെറ്റായ ഒരു സന്ദേശം കൊടുത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അറബികളും ജർമ്മനിയിൽ നിന്നും കേരളത്തിൽ ചികിത്സയ്ക്ക് വരുന്നു. അവരാരും വരുന്നത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലല്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ല. അവരെല്ലാം വരുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ ചികിത്സയ്ക്ക് വരുന്നത് അപ്പോളോ ഹോസ്പിറ്റൽ, ചെന്നൈ. തെറ്റായ ധാരണ ദയവ് ചെയ്ത് പ്രദീപ്, ഞാൻ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലാണ് വരുന്നതെന്ന് പറഞ്ഞില്ല. ആ പറഞ്ഞ വ്യക്തിയോട് തന്നെ ആ കാര്യം അദ്ദേഹം മാത്യുവിനോട് തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. മാത്യു ഈ കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയതൊക്കെയാണ്. അവിടെയെല്ലാം മെച്ചപ്പെട്ട ചികിത്സയാണ്. അദ്ദേഹം 30 കൊല്ലം മുമ്പ് അവിടെയായിരുന്നു. അവിടെ മെച്ചപ്പെട്ട ചികിത്സയാണ്. കേരളത്തിൽ അതുപോലെ ആവണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അവിടുത്തെ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമായിരുന്നെങ്കിൽ അവർ അവിടെ ചികിത്സിച്ചേനല്ലോ. അവിടുത്തെ പ്രൈവറ്റ് ആശുപത്രികൾ മെച്ചപ്പെട്ട പ്രൈവറ്റ് ആശുപത്രി കേരളത്തിലുണ്ട് എന്നെങ്കിൽ താങ്കൾ സമ്മതിക്കുമല്ലോ. കേരളത്തിലെ ഗവൺമെന്റ് ആശുപത്രികൾ താങ്കൾ പറയുന്നത് അവിടുത്തെ എന്തായാലും ഈ കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രി അത്ര മെച്ചപ്പെട്ട പ്രൈവറ്റ് ആശുപത്രികൾ അവിടെ ഈ തുകയ്ക്ക് കിട്ടാത്തത് കൊണ്ടാണല്ലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ആളുകൾ വരുന്നത്. ഞാൻ എന്താ പറഞ്ഞ, ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഏറ്റവും വലുത് തന്നെയാണ്. ഞാൻ അതാ പറഞ്ഞ, ഇന്ത്യയിലെ പ്രത്യേകിച്ച് ആ നാട് ഈ നാടിനേക്കാൾ മെച്ചപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ആ നാട് ഈ നാടിനേക്കാൾ ആതുര സേവന രംഗത്ത് മെച്ചപ്പെട്ടതല്ല എന്ന് ഉറപ്പിച്ചു. താങ്കൾ ഞാനൊന്ന് മുഴിപ്പിച്ചോട്ടെ. ഞാൻ എന്താ പറഞ്ഞ, പ്രൈവറ്റ് സെക്ടറുകളിലെ മെഡിക്കൽ കോളേജുകൾ ബെസ്റ്റ് ആണ്. ഞാൻ അല്ലെന്നല്ല പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ, ആവർത്തിച്ചു. ഞങ്ങൾ നേരത്തെ തർക്കത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അത് പിന്നെ താങ്കൾ പ്രത്യേകിച്ച് പോയിന്റ് ഞാൻ കോട്ട് ചെയ്തോട്ടെ. നോക്കൂ, ഞാൻ എന്താ പറഞ്ഞു വന്നേ, പ്രൈവറ്റ് മേഖലകളെല്ലാം നല്ലതാണ്. എന്നാൽ ഗവൺമെന്റ് മേഖലകളിൽ, ഗവൺമെന്റ് ആശുപത്രികളിൽ ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾ നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ നമ്പർ 1 ആവാൻ ശ്രമിക്കുക. ഒപ്പം ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ, ഇനി താങ്കൾ അതിന് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. അമേരിക്കയിൽ ഒരു വിസ എടുക്കണമെങ്കിൽ പേജ് നമ്പർ 36 ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുത്തിട്ട് വേണം വരാൻ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ അമേരിക്കയിൽ ചികിത്സയ്ക്ക് വന്നത് എങ്ങനെയാണ്? അത് താങ്കൾക്കൊന്ന് അറിയാമോ? എനിക്ക് എന്തായാലും അങ്ങനെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല, ഞാനൊരു എക്സ്ട്രീം ബിലീവർ അല്ല എന്നുള്ള പേജ് നമ്പർ 36 എഴുതി കൊടുക്കണം. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണം എന്ന് അമേരിക്കയിൽ പോകുന്നതിന് എഴുതി കൊടുക്കണമെന്ന് എനിക്കറിയില്ല. താങ്കൾ അമേരിക്കയിലൊക്കെ ജീവിക്കുന്ന ആളാണ്. എന്തായാലും ഞാൻ വായിച്ചു കണ്ടുള്ള അറിവിൽ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണമെന്ന്. അപ്പോൾ ആശയം ജനങ്ങളിൽ ഇദ്ദേഹം അല്ല, താങ്കൾ പറഞ്ഞത് ഉറപ്പാണല്ലോ, കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണമെന്ന് അമേരിക്കൻ വിസ ആപ്ലിക്കേഷനിൽ ഉണ്ടല്ലോ. ഉണ്ട്, താങ്കൾ എടുത്ത് നോക്കൂ. ഞാനെന്താ പറയണേ, നാളെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല, ഞാൻ ഈ ചാനലിൽ താങ്കളോട് പറയുന്നു, ഐ എം നോട്ട് എ എക്സ്ട്രീമർ ബിലീവർ ആൻഡ് ഐ എം നോട്ട് എ ഫോളോവിംഗ് ഇൻ കമ്മ്യൂണിസം എന്നൊരു വേർഡ് അതിനകത്തുണ്ട്. പോയി നോക്കൂ താങ്കളോട് ഞാൻ ഈ ചാനലിലാണ് പറയണം. പിന്നെ ഒരു കാര്യം കൂടെ, എന്തുകൊണ്ടെന്ന് പറയാം, ഇവര് അമേരിക്കയെ കുറ്റം പറയും, അവിടെ ചികിത്സിക്കാൻ പോകും. പാവപ്പെട്ട ജനങ്ങൾ ഇവിടെ അമേരിക്ക വിസ കൊടുക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ നിന്ന് വരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആൾ ഏത് പാർട്ടിക്കാരനാണെന്ന് കണ്ടെത്താൻ പോലും സംവിധാനമില്ലാത്തത്ര ദുർബലമാണോ അമേരിക്കയുടെ വിസ സംവിധാനം? അതാണ് ഞാൻ പറഞ്ഞത്. അത് ഡിപ്ലോമാറ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ പോണത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഇത് എഴുതി കൊടുക്കണ്ടല്ലോ, എഴുതി കൊടുക്കണ്ടല്ലോ. താങ്കൾ തന്നെയാണ് ഉത്തരം പറയുന്നത്. താങ്കൾ പറഞ്ഞത് പിണറായി വിജയൻ അങ്ങനെ എഴുതി കൊടുത്തിട്ടല്ലേ പോയെന്നല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കുറിച്ച് ധാരണയില്ലാത്ത വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. താങ്കൾ തന്നെയാണ് അമേരിക്കയിൽ ജീവിക്കുന്ന താങ്കൾ തന്നെയാണ് പറഞ്ഞത് അത് വേണ്ട, അദ്ദേഹം അങ്ങനെയല്ല പോയതെന്ന്. പിന്നെ ഇതിനാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് താങ്കൾ വെറുതെ അനാവശ്യമായി തർക്കിച്ചതിന്റെ സമയങ്ങൾ ഞാൻ പറയാൻ വന്നത്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ, അങ്ങനെ ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പ്രവേശിക്കാൻ പറ്റില്ല. അഥവാ അവർ പോകണമെങ്കിൽ ഡിപ്ലോമാറ്റ് ഉപയോഗിച്ച് മാത്രമേ പറ്റൂ. പിന്നെ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അറിവിലുള്ള ഒരുപാട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും കേരളത്തിലെ ഡിവൈഎഫ്ഐയിലും എസ്എഫ്ഐയിലും ഒക്കെ പ്രവർത്തിച്ച പല ആളുകളും അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ അവർ കേരളത്തിലെ ഇടതുപക്ഷത്തെ അനുകൂലിച്ചുകൊണ്ട് സ്ഥിരമായി സോഷ്യൽ മീഡിയ കുറിപ്പുകൾ വിടാറുണ്ട്.
അത് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അണികളോട് പറയുന്നു നമ്മൾ അമേരിക്കൻ വിരുദ്ധനാണ്, ഞാൻ ഇസ്രായേൽ വിരുദ്ധനാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ? അതെന്താണ്? അതിനെങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വിരുദ്ധരായെന്ന് പറഞ്ഞത്? ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തു, കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു, അതിനകത്ത് കേരള സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവരല്ല സർക്കാർ ജോലി രാജിവെക്കണമെന്ന് പറയുന്നു. നാണവും അഭിമാനവും താങ്കൾക്കാണ് നാണവും അഭിമാനം ഇല്ലാത്ത ശ്രീ പ്രദീപ്. ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തോട് ആർക്കും വിരോധമൊന്നുമില്ല. അമേരിക്കയുടെ നയത്തോടാണ് വിരോധമുള്ളത്. അമേരിക്കയിലെ സാധാരണക്കാരായ ജനങ്ങൾ, താങ്കൾ ജോലിക്ക് വേണ്ടി അവിടെ പോയി, അതിന് ആ രാജ്യത്തെ മൊത്തം ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഞങ്ങൾ ഇന്ത്യ സർക്കാരിനെതിരെ വിമർശനം വന്നാൽ പറയും, കേരള സർക്കാരിനെതിരെ വിമർശനം വന്നാൽ പറയും. അല്ലാതെ കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കുന്നതുകൊണ്ട് കേരള സർക്കാരും ഇന്ത്യ സർക്കാരും എല്ലാം അതിമഹത്തരമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. സുഹൃത്തെ, നിങ്ങൾ ഒരു രാജ്യത്തെ തർക്കിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ചികിത്സയ്ക്ക് പോകണം? അവിടെ മെച്ചപ്പെട്ട ചികിത്സ ഉണ്ടെങ്കിൽ പോകും. അതിന് സംശയം എന്താ? അത്ര അല്ല ഉള്ളത്. അതാണ് താങ്കളുടെ പ്രശ്നം. താങ്കൾ ഒരു രാജ്യത്ത് അമേരിക്ക പോയതുകൊണ്ട് അവരുടെ അടിമയായി നിൽക്കണമെന്നില്ല ശ്രീ പ്രദീപ്. അവിടെ വിമർശിക്കാൻ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവർ, അഭിപ്രായം ചിന്തിക്കുന്ന മനുഷ്യർ എവിടെയായാലും വിമർശിക്കും. അതിൽ കേരളത്തിലായാലും വിമർശിക്കും, ഇന്ത്യയിലായാലും വിമർശിക്കും. താങ്കൾ പറഞ്ഞത് ശരിയാണോ ഞാൻ പറഞ്ഞത് ശരിയാണോ മനസ്സിലാവും. എന്തായാലും ഞാൻ വയ്ക്കുന്നു, കാര്യം അടുത്ത ആളെ അല്ലെങ്കിൽ തെറി വിളിക്കും. ശരി, ഓക്കെ, വെക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്. എന്താ, നമുക്ക് ശ്രീ പ്രദീപ് സിരിധരം ഇങ്ങനെയാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി ചികിത്സിക്കരുത്, അമേരിക്കയോട് വിരോധം ഉണ്ടെങ്കിൽ അമേരിക്കയിൽ പോയി ചികിത്സിക്കരുത്, അത് എന്ത് ന്യായമാണ്? ഒരാൾ അമേരിക്കയ്ക്ക് എതിരാണെന്നോ, അമേരിക്ക എന്ന രാജ്യത്തെ ജനങ്ങളോട് അല്ലെങ്കിൽ അവിടുത്തെ നയങ്ങളോട് എതിരുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങൾ, പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് വിയോജിപ്പുണ്ടെന്ന് വെച്ച് പാവപ്പെട്ട പാകിസ്ഥാനികളോട് ഇന്ത്യക്കാർക്കാർക്കെങ്കിലും വിയോജിപ്പുണ്ടോ? ഇന്ത്യ രാജ്യത്തിൽ തന്നെ അങ്ങനെ വിയോജിപ്പില്ല. പിന്നെ അല്ലേ? ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്ന്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ഇല്ല, ഞാൻ പ്രദീപിനെ പള്ളു വിളിക്കില്ല എന്ന് ആദ്യം അറിയിച്ചേ. എനിക്ക് വിഷമമല്ലേ, ഞാൻ എത്ര സമയം വേണമെങ്കിലും നിൽക്കാൻ തയ്യാറാണ്. പിന്നെ പ്രദീപ് അങ്ങനല്ല, പ്രദീപ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെറ്റിദ്ധാരണ വരുന്ന ചില കാര്യങ്ങൾ പറയും. അപ്പോൾ അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അറിഞ്ഞൂടാത്തൊരു വിഷയം പറഞ്ഞു, അദ്ദേഹം തന്നെ പിന്നീട് അത് അങ്ങനെ അല്ല എന്ന് പറയുകയും ചെയ്തു. എനിക്ക് പറയാനുള്ളത് താങ്കളടുത്താണ് പറയാനുള്ളത്, താങ്കളടുത്ത് മാത്രം. അതായത് താങ്കൾ ഒന്ന് സൂക്ഷിക്കണം, ഉറപ്പാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് എപ്പിസോഡ് മുമ്പേ ഞങ്ങൾ പോകേണ്ടി വരും. കാരണം വീണ ജോർജിനെതിരെയായിട്ട് മനു സാറ് മറ്റേ നമ്മളെ ആശാവർക്കർമാരെ കുറിച്ചുള്ള റിപ്പോർട്ട് നമ്മളൊരിക്കൽ ചർച്ച ചെയ്ത്, അന്ന് ഒരു തിരുവനന്തപുരത്താരൻ കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ട് കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്ന്, അന്ന് വൈകുന്നേരത്ത് ഈ ദുഷ്ടൻ ചെന്ന് പിന്നെ മനുവിന്റെ നമ്പർ കൊടുത്ത് മനുവിനെ വിളിച്ച് ഇനി പറയാൻ വയ്യാത്ത രീതിയിൽ വരട്ടിക്കളഞ്ഞ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അങ്ങനെയൊന്നും ആരും വരട്ടിയിട്ടില്ല. മനു, വീണ ജോർജും ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകളാണ്. അവർ ഉണ്ണികൃഷ്ണൻ തെറ്റായ കാര്യങ്ങൾ പറയരുത്, അത് അവർ സഹപ്രവർത്തകരാണ്. വീണ ജോർജിനെ കുറിച്ച് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നാൽ മന്ത്രിമാരൊക്കെ അവരെയൊക്കെ വിളിക്കാറുണ്ട്, ഞങ്ങളെയൊക്കെ മന്ത്രിമാരെ വിളിക്കാറുണ്ട്. അത് വിളിക്കുകയും അതല്ല അവർക്ക് വിശദീകരണം മറ്റൊന്നാണെങ്കിൽ അത് പറയുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം. അതിനാരും വരട്ടിയത് ഒന്നുമല്ല. മനു തന്നെ ഇവിടെ കൃത്യമായി പറഞ്ഞു, മനു വീണ ജോർജും തമ്മിലാണെങ്കിൽ ഒരേ സ്ഥാപനത്തിൽ ദീർഘകാലം വർക്ക് ചെയ്തവർ കൂടിയാണ്. ഇങ്ങനെ തെറ്റായ കാര്യത്തിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തൻകോട് അങ്ങനെ പറയരുത്. താങ്കളുടെ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും സമയം അവസാനിക്കാൻ സമയമാവുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.